എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഗ്രേസിനെ കാണിച്ചുകൊണ്ടാണ്. അവരാണെങ്കിൽ നമ്മുടെ ഹാങ്ങിന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് യൂൻസങ്ങിനെ ഫോളോ ചെയ്ത് വന്നേക്കുമല്ലേ. യൂൻസങ് ആണെങ്കിൽ ഇവരെ കണ്ടുപിടിക്കും. എന്നിട്ടാണെങ്കിൽ ഇവരുടെ ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വന്നേക്കുന്നേ എന്ന്. അങ്ങനെ നമ്മുടെ ഗ്രേസ് ആണെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയും. അതായത് യൂൻസങ്ങിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാങ്ങിന്റെ അമ്മ തന്നെ പറഞ്ഞു വിട്ടേക്കുന്നേ എന്ന്. അങ്ങനെ നമ്മുടെ ഗ്രേസ് പറയും, സത്യം പറഞ്ഞാൽ ഞാൻ ആ ഫാമിലിയിലാണെങ്കിൽ ഒരു മാച്ച് മേക്കറിനെ പോലെ വർക്ക് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ എല്ലാവരെയും നല്ല പേരുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി. പക്ഷേ ആ ഹാങ് മാത്രമാണ് വേറൊരുത്തനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചത്. എനിക്കാണെങ്കിൽ അവന് ഇഷ്ടവേ അല്ല. അവനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഹാങ്ങിന് വേണ്ടിയിട്ട് യൂൻസങ് ആയിരുന്നു വരൻ. എന്ത് ചെയ്യാനാ, അവളാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആയില്ലേ. ഇതൊക്കെ കേൾക്കുന്നേ. യൂൻസങ് ആണെങ്കിൽ പറയും, നിങ്ങൾ അതൊന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട, ആ ഒരു ടോപ്പിക് അങ്ങ് വിട്ടാരെ. അതിനെപ്പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗ്രേസ് ആണെങ്കിൽ യൂൻസങ്ങിൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയാവോ? അതായത് അവിടെയാണെങ്കിൽ ഹാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത് ഞാനാണെങ്കിൽ പറഞ്ഞ ഓർഡർ മാത്രമാണ് ഫോളോ ചെയ്തത് എന്ന്. ഇവിടെയാണെങ്കിൽ അവർക്ക് ആരാണ് ഓർഡർ കൊടുത്തത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും നമ്മുടെ അടുത്ത് പറയത്തില്ല. അതേപോലെ തന്നെ യൂൻസങ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഹാങ്ങിന്റെ ഫാമിലിയിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ യൂൻവു ഉണ്ടല്ലോ, അവന്റെ ഫ്രണ്ടുമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ യൂൻവു പറയും, ഞാനാണെങ്കിൽ ഹാങ്ങിനെ രക്ഷിച്ചുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലുള്ള എല്ലാവരും എന്നെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഹാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഫിഷും അതേപോലെ തന്നെ മീറ്റും കാര്യങ്ങളൊക്കെ തന്നു. ഇതൊക്കെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നേ എന്ന് നമ്മളുടെ യൂൻവു പറയും. ഇത് കേട്ട ഉടനെ അവൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങും, കണ്ടില്ലേ, നിന്നെ കൊണ്ട് പറ്റും, ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിനക്കാണെങ്കിൽ അവളെ നല്ലതുപോലെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഉടനെ തന്നെ അവളെ കൊണ്ട് ആ വില്ലു അങ്ങ് ചേഞ്ച് ചെയ്ത് എഴുതിപ്പിക്കണം കേട്ടോ. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻവു പറയും, എടാ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. ഇത് കേൾക്കുന്നതും അവൻ്റെ ഫ്രണ്ട് പറയും, ഓഹോ അങ്ങനെയായിരുന്നു, നീ ആണെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചും നിൻ്റെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോണും നിൻ്റെ കയ്യിലുള്ള കാറും ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടിയെന്നാ? നീ അങ്ങാണം ഈ എഗ്രിമെൻ്റ് ഒന്നും എഴുതാണ്ട് ഇവിടെ നിന്ന് പോയാലുണ്ടല്ലോ നിനക്കൊരു കുന്തവും കാണത്തില്ല, നിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല, നിനക്ക് നിൻ്റെ വീട്ടിൽ പോയാൽ പോലും വില കിട്ടത്തില്ല. നീ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻവു ആണെങ്കിൽ ഇതൊക്കെ ഇരുന്ന് ആലോചിക്കും. അവന് മനസ്സിലാവും ഇവൻ പറയുന്നതിനകത്തും കുറച്ച് കാര്യമുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൻവുവിൻ്റെ ചേട്ടനെയാണ്. അവനാണെങ്കിൽ ഇപ്പം അവരുടെ ആ നാട്ടിലുണ്ടല്ലോ അവിടെയായിട്ടൊരു ജിമ്മ് പോലെ ഒരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുക. അതായത് ഈ കൊച്ചുങ്ങൾക്കൊക്കെ മാർഷ്യൽ ആർട്സ് പറഞ്ഞു കൊടുക്കത്തില്ലേ, അതേപോലെ. അവരാണെങ്കിൽ നല്ലതുപോലെ കസ്റ്റമേഴ്സും ഇല്ല. അവിടെയാണെങ്കിൽ ഒരു അമ്മയും കുഞ്ഞും കൂടി ഇവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇവിടെ വന്ന് കാണുന്നതും അവർക്ക് മനസ്സിലാവും, അതായത് ഇവിടെ അങ്ങനെ വലിയ സ്റ്റുഡൻസ് ഒന്നും ഇല്ല എന്ന്. അവർ പറയും, ഞങ്ങൾ വേറെ വല്ലയിടത്തും പോയി ജോയിൻ ചെയ്തോളാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ ചേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവും. അയാളാണെങ്കിൽ അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കോപ്രായങ്ങളും കാണിക്കും. അവസാനമാണെങ്കിൽ ഒരു തടി എടുത്തിട്ട് അവൻ്റെ തലയിൽ തന്നെ അടിച്ചിട്ട് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ആ തടി പൊട്ടത്തില്ല, പകരം അവൻ്റെ തലയാ പൊട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നത് അവിടെയായിട്ട് നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി വരും. സത്യം പറഞ്ഞാലേ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ, അവരുടെ ആ ബ്യൂട്ടി പാർലറും അതേപോലെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ ചേട്ടൻ നടത്തുന്ന ഈ ജിമ്മിൻ്റെ ബിൽഡിങ്ങില്ലേ, ഇത് രണ്ടും നമ്മുടെ ഹാങ്ങിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഇവർ ഈ പ്രോപ്പർട്ടി എല്ലാം തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരത്തില്ലേ. അവൻ്റെ ചേച്ചിക്കും ഇപ്പം ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ് നല്ല ടെൻഷൻ. അപ്പം നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, നമുക്ക് എന്ത് വില കൊടുത്തിട്ടും ഇവരെ രണ്ടുപേരെയും ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാൻ സമ്മതിക്കരുത്. നമുക്കാണെങ്കിൽ ഡയറക്റ്റ് പോയി ആ ഹാങ്ങിൻ്റെ അടുത്ത് സംസാരിച്ചാലോ? ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ ചേട്ടനാണെങ്കിൽ ചോദിക്കും, അത് നല്ലൊരു ഐഡിയ ആണോ, നമ്മളങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? ഉടനെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, അതെന്താ സംസാരിച്ചാൽ നമുക്ക് അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാം, നമ്മൾ വേറെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ പോകുന്നത് എന്നും പറഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി നമ്മുടെ ഈ സിയോളിലായിട്ട് വന്നിട്ടേ ഹാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അങ്ങനെ അവർ രണ്ടുപേരോട് കാറിനകത്ത് ട്രാവൽ ചെയ്ത് വരും. സത്യം പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ ചേട്ടൻ ഇപ്പോഴും നല്ല ഡൗട്ടുണ്ട്. അയാളാണെങ്കിൽ ചോദിക്കും, നമ്മളീ ചെയ്യുന്നത് ശരി തന്നെയാണോ, നമ്മൾ ഇവിടോട്ട് വരേണ്ട വല്ല കാര്യവും ഉണ്ടോ, നമുക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് യൂനുവിനെ ഒന്ന് അറിയിച്ചാലോ? ഉടനെ തന്നെ അവൻ്റെ ചേച്ചി പറയും, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും, നമ്മളിപ്പോൾ അവൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും ഹാങ്ങിനെ കാണണ്ട, ഹാങ്ങിനോട് സംസാരിക്കണ്ട എന്ന്. നമ്മൾ വേറെ പ്രശ്നമൊന്നും ക്രിയേറ്റ് ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് രണ്ടെണ്ണവും കൂടി നേരെ ഓഫീസിലായിട്ട് വരും. ഓഫീസിലെ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പറയും, അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹാങ്ങിനെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ ആ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അവർ പറയും, അങ്ങനെ ഇങ്ങനെയൊന്നും ഹാങ്ങിനെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് മുന്നേ ആയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചി ആണെങ്കിൽ പറയും, ഞങ്ങൾ ആരാണെന്ന് വെച്ചിട്ടാ, ഞങ്ങൾ നിങ്ങളുടെ ഹാങ്ങിൻ്റെ ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്സ് ആണ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഫോട്ടോ നോക്കുന്ന പറഞ്ഞിട്ട് യൂനുവിൻ്റെ ചേച്ചി ആണെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചെടുക്കും. എന്നാലും ആ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ഒരു കുലുക്കോ ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അതേസമയം തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അതിലേ നടന്നു പോകും. അവൾ നോക്കുമ്പോൾ
നോക്കുമ്പോൾ എന്താ പരിചയമുള്ള രണ്ടുപേരും അവിടെ നിൽക്കുന്നു. ഹാങ് അങ്ങനെ വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിയും ചേട്ടനും പറയും, നിനക്കെന്നെ മനസ്സിലായോ? ഞങ്ങൾ യൂനുവിൻ്റെ ചേട്ടനും ചേച്ചിയും. ഉടനെ തന്നെ ഹാങ് പറയും, എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്ത് പറ്റി ഇവിടോട്ട് വന്നത്? ഉടനെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിയാണെങ്കിൽ പറയും, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇവിടോട്ട് വന്നതെന്നും പറഞ്ഞിട്ട് അവർ മൂന്നുപേരോട് പേഴ്സണലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിക്കാണെങ്കിൽ ആദ്യമേ തന്നെ ഡിവോഴ്സിൻ്റെ കാര്യം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണെങ്കിൽ അവൾ പറയാനായിട്ട് തുടങ്ങും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കഴിഞ്ഞ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഒന്ന് ഷോക്കാകും. അവൾക്ക് മനസ്സിലാവതില്ല ഇവരെന്തോ സംസാരിക്കാൻ വരുന്നതെന്ന്. ഉടനെ തന്നെ യൂനുവിൻ്റെ ചേച്ചി പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും സൗന്ദര്യ പ്രശ്നമൊക്കെ കാണുമെന്ന് എനിക്കറിയാം, എങ്കിലും അതൊക്കെ സോൾവ് ആക്കണം. നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇടയിൽ കയറി സംസാരിക്കും. അവൾ ചോദിക്കും, അയ്യോ അന്ന് എനിക്കാണെങ്കിൽ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറ്റാൻ ഞാൻ കുറച്ച് ബിസി ആയി പോയോണ്ടാ. ഉടനെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, അതൊന്നുമല്ല, അത് സംസാരിക്കാനൊന്നുമല്ല ഞങ്ങൾ വന്നത് എന്നും പറഞ്ഞിട്ട് ഇവളിങ്ങനെ വിക്കി സംസാരിക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ്ങിൻ്റെ സെക്രട്ടറി ഉണ്ടല്ലോ അവിടെ വന്നിട്ട് പറയും, ഹെർമനെ കാണാൻ പോകാനുള്ള സമയമായി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ ചേച്ചിയെടുത്ത് ചേട്ടനെടുത്തും പറയും, എനിക്കാണെങ്കിൽ കുറച്ച് അർജൻറ്റ് ഉണ്ടായിരുന്നു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിച്ചാലോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, ഓക്കെ വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്തായിരുന്നാലും നിനക്ക് മെസ്സേജ് അയക്കാം എന്ന്. അങ്ങനെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിയും അതേപോലെ തന്നെ ചേട്ടനും കൂടി ഹാങ്ങിൻ്റെ കൂടെ തന്നെ ലിഫ്റ്റിലായിട്ട് കയറും. ഇവർ രണ്ടുപേരോട് നിന്നിട്ട് നമ്മുടെ ഹാങ്ങിനെ സോപ്പിടുന്ന രീതിയിൽ സംസാരിക്കും. എന്നിട്ട് യൂനുവിൻ്റെ ചേട്ടൻ പറയും, എന്തായിരുന്നാലും നിങ്ങൾ തന്ന ബിൽഡിങ് ഞങ്ങൾ നല്ല പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് യാതൊരു കുഴപ്പവും വരുത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ ഹാങ് ആണെങ്കിലേ യൂനുവിൻ്റെ ആ സ്ഥലത്തായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട കാര്യം പോലും മറന്നുപോയിരിക്കുമായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കും, ഞാൻ സ്ഥലം വാങ്ങിച്ചെന്നോ? ഉടനെ തന്നെ അവൾ ഇക്കാര്യം സെക്രട്ടറി എടുത്ത് വയ്ക്കും. അപ്പോൾ സെക്രട്ടറി ആണെങ്കിൽ നമ്മുടെ ഹാങ്ങിനെ ഓർമ്മിപ്പിക്കും, അതായത് ഇവളവിടെ ബിൽഡിംഗ് ഒക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ ഹാങ്ങിനാണെങ്കിൽ അപ്പോഴാ ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ നേരെ ഹെർമനെ കാണാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരുന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ എന്തോ അവിടെ ഹെർമൻ ഇല്ല, പകരമായിട്ട് നമ്മുടെ യൂൻസങ്ങാ ഇരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ചോദിക്കും, അല്ല ഹെർമൻ എവിടെ പോയി? ഉടനെ തന്നെ യൂൻസങ് പറയും, അത് ഹെർമൻ ആണെങ്കിൽ അയാളുടെ മോക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ ഹാങ്ങിനങ്ങ് ദേഷ്യം വരും. അവൾ ചോദിക്കും, അപ്പോൾ പിന്നെ ഞാനിവിടം വരെ വന്നത് വേസ്റ്റ് ആയോ? ഞാനാണെങ്കിൽ എല്ലാം പ്രിൻ്റൊക്കെ ആയിട്ടാണ് വന്നത് അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അയാൾക്കൊരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? പെട്ടെന്ന് തന്നെ യൂൻസങ് പറയും, നീ അങ്ങനെ ടെൻഷൻ ആവാതെ, എന്തായിരുന്നാലും ഹെർമൻ ഏത് ടൈപ്പ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ എനിക്ക് ആ ബ്ലൂ പ്രിൻ്റൊക്കെ കാണിക്കും, ഞാൻ എന്തെങ്കിലും തിരുത്തൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ നാളെ എന്തായിരുന്നാലും ഹെർമനെ നിനക്ക് നല്ലതുപോലെ ഇമ്പ്രസ് ചെയ്തൂടെ എന്നൊക്കെ നമ്മുടെ യൂൻസങ് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ ഇങ്ങനെ നടന്നു വരുന്നതും അവിടെയുള്ളൊരു സ്റ്റാഫ് പറഞ്ഞിട്ട് അറിയും, അതായത് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഹെർമനെ കാണാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിങ്ങിന് പോയേക്കുക, അവിടെയായിട്ട് യൂൻസങ് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനു ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് അപ്സെറ്റ് ആവും. പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞിട്ട് അറിയും, അതായത് ഇന്ന് നമ്മുടെ യൂനു എൻ്റെ ബ്രദറും സിസ്റ്ററും ഹാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഭയങ്കര ഷോക്കാകും. അതിനുശേഷം കാണിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുന്ന നമ്മുടെ യൂനുവിൻ്റെ ചേട്ടനെയും ചേച്ചീനെയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി ഉണ്ടല്ലോ നല്ല കാര്യമായിട്ട് ഹാങ്ങിന് അയക്കാനുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ജോഡിയാണ്, നിങ്ങൾ ഒരിക്കലും ഡൈവോഴ്സ് ചെയ്യരുത്, അതിനെപ്പറ്റി ചിന്തിക്കുക കൂടി ചെയ്യരുത്, ഒന്നുകൂടി റീകൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിയാണെങ്കിൽ അതങ്ങ് സെൻഡ് ചെയ്യും. അതിൻ്റെ തൊട്ട് പുറവേ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഇവൻ്റെ ചേച്ചീനെ കോൾ ചെയ്യും. അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും, അതെ ഞാൻ ഇന്ന് വന്നായിരുന്നു, എന്ത് പറ്റി? നീ ഇപ്പം അത് അറിഞ്ഞിട്ടല്ലേ എന്നെ വിളിക്കുന്നത്? ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, നിങ്ങളാണെങ്കിൽ എന്നിട്ട് ഹാങ്ങിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനാണെങ്കിൽ ഇതുവരെ അവളുടെ അടുത്ത് ഈ ഒരു ഡൈവോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യം മിണ്ടിയിട്ടേ ഇല്ല. ഞാൻ ആകെപ്പാടെ പറഞ്ഞത് എൻ്റെ വീട്ടിൽ മാത്രമാണ്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നേ അല്ലേ അവരാണെങ്കിൽ വലിയ നീണ്ട ഒരു മെസ്സേജ് നമ്മുടെ ഹാങ്ങിനായിട്ട് അയച്ചു കൊടുത്തത്. ഉടനെ തന്നെ നമ്മളുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, അയ്യോടാ ഞാൻ ഇപ്പോൾ അവൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചതേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഭയങ്കര ഷോക്കാകും. അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനെ വിളിക്കാനായിട്ട് തുടങ്ങും. അതായത് അവൾ എവിടെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അവനങ്ങനെ ഭയങ്കരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫോണാണെങ്കിൽ നമ്മളുടെ ഹാങ് കാണത്തൊന്നുമില്ല. അവളാണെങ്കിൽ വാഷ്റൂമിൽ പോയേക്കുമായിരുന്നു. ഈ കോള് കാണുന്നതും നമ്മളുടെ യൂൻസങ് എന്ത് ചെയ്യുമെന്നറിയാവോ?
അറിയാവോ, ആ കോൾ അങ്ങ് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അവളുടെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ വാഷ്റൂമിൽ നിന്ന് തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവൻ ചോദിക്കും, അല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നിന്റെ ഹസ്ബൻഡായിട്ടുള്ള യൂനു എങ്ങനെ നിന്നോട് ഭയങ്കര സ്നേഹമാണോ? ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, പിന്നില്ലേ, അവൻ എന്നെ ഭയങ്കര കാര്യമാണ്, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലാണ്, നീ എന്ന് കണ്ടതല്ലേ അവൻ എന്നെ എങ്ങനെയാണ് ആ കാട്ടുപന്നിയുടെ മുമ്പിൽ നിന്ന് രക്ഷിച്ചത് എന്ന്. സത്യം പറഞ്ഞ് ഈ സമയത്താണെങ്കിൽ നമ്മളുടെ യൂനു ഉണ്ടല്ലോ വേഗം തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ വീട്ടിലായിട്ട് വന്നിട്ട് അവളുടെ റൂമൊക്കെ ചെക്ക് ചെയ്ത് നോക്കും, അവൾ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന്. എന്നിട്ട് അവൻ ഇവളെ വിളിച്ചുകൊണ്ടിരിക്കും, എന്നാൽ ഫോണ് കണക്റ്റ് ആവുന്നേ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ അവിടെ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, ഓ അത് ഞാൻ കണ്ടതാ, എന്തായിരുന്നാലും നിന്നെ രക്ഷിക്കാൻ വരുന്നതിന് മുന്നേട്ടാ അവൻ അവിടെ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്ത് നിന്നായിരുന്നു, നിന്നെ രക്ഷിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, എന്തൊക്കെയായിരുന്നാലും അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നില്ലേ, നീ അവിടെ അവൻ രക്ഷിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നില്ലേ. ഇതാണ് നീയും അവനും തമ്മിലുള്ള വ്യത്യാസം. എപ്പോഴും ഈ പ്രേമം എന്ന് പറയുന്നത് ഇങ്ങനെ പുറമേ കാണുന്ന ചിരിയും കളിയും മാത്രമല്ല, നമുക്ക് മോശമായിട്ടൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് എന്നതാണ് സത്യം. അങ്ങനെയാണ് ഞാനും യൂനു എന്നൊക്കെ നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂൻസങ്ങെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ കുറേ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹാങ്ങിനെയും കൊണ്ട് ഈ യൂൻസങ് ആണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. കാറിൽ വന്ന് ഇറങ്ങുന്നതും തൊട്ട് മുമ്പിലായിട്ട് നമ്മുടെ യൂനു നിൽപ്പുണ്ട്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കും, ഹാങ് ഇവിടെ പോയി അവളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. ഉടനെ തന്നെ യൂൻസങ് പറയും, അവൾ നല്ലതുപോലെ കുടിച്ചിട്ട് ഡ്രങ്കായി ഇരിക്കുവാണ്, അവൾ കാറിലുണ്ട് ഉറങ്ങുവാണ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻബ് ഭയങ്കര ഷോക്കാവും. അവൻ പറയും, അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും കുടിച്ച് ഡ്രങ്ക് ആവുന്നതല്ലല്ലോ, ഇപ്പം എന്തോ പറ്റി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നും പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് വറീഡ് ആവാൻ തുടങ്ങും. വേഗം തന്നെ നമ്മുടെ യൂൻബ് വന്നിട്ട് ഹാങ്ങിനെ എഴുന്നേപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ യൂൻസങ് പറയും, നീ അവളെ ഇങ്ങനെ എഴുന്നേപ്പിക്കാൻ നോക്കിയൊന്നും വേണ്ട, അവൾ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റോളൂ, അവൾക്ക് ഡ്രങ്ക് ആയി കഴിഞ്ഞാൽ ഉറങ്ങുന്ന ശീലം ഉണ്ടല്ലോ. എന്നിട്ടാണെങ്കിൽ യൂൻസങ് നമ്മളുടെ യൂനുവിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, അതായത് ഹാങ്ങിനാണെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസ് കൊടുത്താൽ മതി, അതാണ് അവൾക്ക് ഹാങ് ഓവറിനുള്ള ഒരു ബെസ്റ്റ് മരുന്ന് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മളുടെ ഈ ഹാങ്ങിനെ വിളിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേക്കും. എന്നിട്ട് പറയും, നീ എന്തിനാ എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചത്, ഞാൻ നല്ലപോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന്. അങ്ങനെ ഈ യൂൻസങ് ആണെങ്കിൽ ഇവളെ ഇവിടെ ആക്കിയിട്ട് അവിടെ നിന്നങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മളുടെ യൂനുവിനുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഹാങ്ങിൻ്റെ മൊബൈൽ ഫോൺ കിട്ടിയാൽ മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചേച്ചിയാണെങ്കിൽ ഇപ്പം മെസ്സേജ് അയച്ചേക്കുന്നത് തന്നെ യൂനുവും ഹാങ്ങും തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യമല്ലേ. അവൻ എങ്ങനെയെങ്കിലും ആ ഫോൺ എടുത്തിട്ട് ആ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ആക്കി കളയണം. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ കൂടെ ഭയങ്കര കെയർ ആയിട്ട് ഇവളെയും കൊണ്ട് അകത്തോട്ട് വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവൻ ചോദിക്കും, അല്ല നീ ഇങ്ങനെയൊന്നും കുടിക്കാത്തയാണല്ലോ, ഇതിപ്പോൾ എന്തോ പറ്റി? പെട്ടെന്ന് തന്നെ ഹാങ് പറയും, എനിക്കാണെങ്കിൽ ഒന്ന് ചേഞ്ച് ആവണമെന്ന് തോന്നി, എന്തൊക്കെയായിരുന്നാലും എനിക്കിനി 3 മാസം കൂടിയല്ലേ ഉള്ളൂ സമയം, ഞാനാണെങ്കിൽ എൻ്റെ ലൈഫ് ടൈം മൊത്തം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഡയറ്റ് അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് നടന്നു, ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, എനിക്കാണെങ്കിൽ ആരെങ്കിലും കൊല്ലണമെന്ന് തോന്നിയാൽ ഞാൻ അവരെ കൊല്ലാനും റെഡിയാണ്, എന്നെ ആരെങ്കിലും ചതിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവനിങ്ങനെ ഷോക്കായി നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് പറയും, ഞാനിപ്പോൾ ആരെങ്കിലും കൊന്നാലും കൂടിപ്പോയാൽ ഞാൻ ഒരു 3 മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും, അതിൽ കൂടുതൽ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടിയൊന്നും വരത്തില്ലല്ലോ, അതുമല്ല നീ എന്നെ പുറത്തിറക്കാനും ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും നീ എന്നെ ഒരിക്കലും ചതിക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ആരെ വിശ്വസിച്ചില്ലെങ്കിലും നിന്നെ വിശ്വസിക്കാൻ റെഡിയാണ് എന്നൊക്കെ നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും. എന്നിട്ടാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, എന്താ നീ അങ്ങനെയല്ലേ എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂനുവിന് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അവനിങ്ങനെ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിന്റെ മൊബൈൽ ഫോൺ എവിടെ പോയി? ഞാൻ നിന്നെ ഒരുപാട് വിളിക്കുന്നുണ്ടായിരുന്നു, അപ്പോഴെല്ലാം നിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവളുടെ ബാഗിലായിട്ട് നോക്കും. അപ്പോൾ അതിനകത്തായിട്ട് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. ഉടനെ തന്നെ അവൾ പറയും, അയ്യോ എനിക്ക് തോന്നുന്നത് ഞാൻ ആ കാറിൽ വെച്ച് മറന്നു എന്നാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനു ഭയങ്കര ഷോക്കായിട്ട് വേഗം തന്നെ ആ ഡ്രൈവറിനെ വിളിക്കാനായിട്ട് ഒരുങ്ങും. അപ്പം നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും, അയ്യോ അല്ല, ആ മൊബൈൽ ഫോൺ എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞിട്ട് അവൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് അത് ഓൺ ആക്കാനായിട്ട് ഒരുങ്ങും. ഇത് കാണുന്നത് നമ്മുടെ യൂനു ഭയങ്കര ഷോക്കായപ്പോൾ അവനാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ 2 കൈയും കയറി കൂട്ടി അങ്ങ് പിടിക്കും. പെട്ടെന്ന് തന്നെ ആ മൊബൈലാണെങ്കിൽ തെറിച്ചു പോയി താഴെ വീഴും. അപ്പം നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇതെന്തോ കാണിക്കുന്നേന്ന്. ഉടനെ നമ്മുടെ യൂനു പറയും, അത് ഞാൻ പെട്ടെന്ന് എൻ്റെ കൺട്രോളിൽ പോയിട്ട് അവനാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ല. ഇത് കേൾക്കുന്നതും നമ്മളുടെ ഹാങ് എന്ത് ചെയ്യുമെന്നറിയാവോ? ഉടനെ തന്നെ അവൻ്റെ അടുത്ത് പറയും, ഞാൻ മുന്നേ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ ഇനി മുതൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മളുടെ യൂനുവിനെ അങ്ങ് കിസ് ചെയ്യും. യൂനുവിനാണെങ്കിൽ ഇപ്പം എന്ത് വേണമെന്ന് അറിയത്തില്ലായിരുന്നു. അവൻ ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും.
എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ യോനുവിനെ പിടിച്ച് കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഹാങ് പറയും, എനിക്കാണെങ്കിൽ ഇപ്പം എന്തൊക്കെയാണോ ചെയ്യാൻ തോന്നുന്നത് അതെല്ലാം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ യോനു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അങ്ങനെ ഇവരുടെ കിസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് വീട്ടിലായിട്ട് കയറി വരും. നമ്മളുടെ യോനുവിനും അതേപോലെ തന്നെ ഹാങ്ങിനും ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ യോനുവിൻ്റെ മനസ്സിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹാങ്ങിൻ്റെ കയ്യിരിക്കുന്ന മൊബൈലില്ലേ അതങ്ങ് വാങ്ങിച്ചെടുത്താൽ മാത്രം മതി. അവനാണെങ്കിൽ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാനും നോക്കും. എന്നാൽ നമ്മുടെ ഹാങ്ങിൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ കിട്ടത്തേ ഇല്ല. അങ്ങനെ അവസാനമാണെങ്കിൽ ഇവളുടെ റൂമിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കും. നമ്മുടെ യോനു ഇവളുടെ പുറകെ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ഹാങ് ഇങ്ങനെ ചോദിക്കും, അല്ല നീ എന്താ നിൻ്റെ റൂമിലോട്ട് പോകുന്നില്ലേ? ഞാൻ പോയി ഫ്രഷ് ആവാൻ പോവുകയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യോനുവിനാണെങ്കിൽ എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ല. നോക്കുമ്പോൾ എന്തോ ഇവളുടെ കയ്യിലായിട്ട് മൊബൈലും ഉണ്ട്. വേഗം തന്നെ നമ്മുടെ യോനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ കൈയും അതേപോലെ തന്നെ മൊബൈലും കൂടി ചേർത്ത് അങ്ങ് കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഇപ്പോൾ പോയി ഫ്രഷ് ആവാൻ പോവുകയാണോ എന്ന്, നീ ഉറങ്ങാൻ പോകുകയാണോ എന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിലേ അവനെ അങ്ങ് തെറ്റിദ്ധരിക്കും. അവളാണെങ്കിൽ പറയും, എന്താ എനിക്ക് അകത്തോട്ട് പോകണ്ടേ, ഞാൻ എന്താ ഉറങ്ങണ്ടേ എന്നും പറയട്ടെ അവൾ അങ്ങ് അകത്തോട്ട് കയറി പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ് വിചാരിച്ച് വെച്ചേക്കുന്ന തന്നെ യോനുവനാണെങ്കിൽ ഇവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഇവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യ, അവൻ എങ്ങനെയെങ്കിലും ഈ റൂമിനകത്തോട്ട് കയറിയാൽ മതി എന്ന. പെട്ടെന്ന് തന്നെ അവൾ വിചാരിക്കും, അവനാണെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ അവനെ ഈ റൂമിലോട്ട് കയറ്റത്തില്ലേ, ഞാൻ അവനെ തടഞ്ഞു വെച്ചേക്കുവാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ വേഗം തന്നെ അവളുടെ മൊബൈൽ ഫോൺ കുത്തിയിടും. അതായത് ആ ഫോണിനകത്ത് ഇപ്പോൾ ചാർജ് ഇല്ലായിരുന്നു. എന്നിട്ടാണെങ്കിൽ അവൾ നേരെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോകും. നമ്മുടെ യോനുവും പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അവളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി കാണും, അതിന് ചാർജ് കയറാൻ അധികം നേരം ഒന്നും വേണ്ടല്ലോ, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് വേഗം തന്നെ യോനു ആണെങ്കിൽ നൈസിന് ആ കഥക് തുറന്നു നോക്കും. അപ്പം നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇപ്പോൾ കുളിക്കാൻ പോയേക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ യോനു ആണെങ്കിൽ അകത്ത് കയറിയിട്ട് ഹാങ്ങിൻ്റെ മൊബൈൽ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓൺ ആക്കും. എന്നിട്ട് ആ ഫോണിനകത്ത് പാസ്വേഡ് അടിച്ചു കൊടുക്കും. അവരാണെങ്കിൽ അവളുടെ ബർത്ത്ഡേ, അവൻ്റെ ബർത്ത്ഡേ, അതേപോലെ തന്നെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് എല്ലാം അടിച്ചു കൊടുത്ത് നോക്കും. എന്നാൽ അതൊന്നും അല്ലായിരുന്നു നമ്മളുടെ ഹാങ്ങിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ്. ഇവൻ്റെ ആലോചിക്കും എന്നാലും എന്തുമായിരിക്കും എന്ന്. ഇവനാണെങ്കിൽ അറിയാവുന്നതെല്ലാം അടിച്ചു കൊടുത്ത് നോക്കും. അവസാനമാണ് ഈ ഫോൺ അങ്ങ് ലോക്കാവും. എന്നിട്ട് കാണിക്കും ഒരു 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യുവിന് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങും. അതായത് ഇപ്പോഴെങ്ങനെ നമ്മുടെ ഹാങ് പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവൾ ചോദിക്കത്തില്ലേ ഇവനിവിടെ എന്തെടുക്കുക എന്ന്. അങ്ങനെ അവൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും പാസ്വേഡ് അടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേൾക്കും. നമ്മളുടെ യുവിനും ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഫോൺ അവിടെ ഇട്ടിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലാവും അതവന് ജസ്റ്റ് തോന്നിയതാ എന്ന്. അങ്ങനെ അവൻ കുറേ ഇരുന്ന് ആലോചിക്കും അടുത്ത പാസ്വേഡ് എന്തായിരിക്കും എന്ന്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ 1031 എന്നൊരു നമ്പർ അങ്ങ് അടിച്ചു കൊടുക്കും. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തുവാന്ന് ഇനി വരുന്ന എപ്പിസോഡിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ ഈ നമ്പർ അങ്ങോട്ട് അടിക്കുന്നത് മൊബൈലിൻ്റെ ലോക്ക് അങ്ങ് കഴിയും. ഇത് കാണുന്നേ നമ്മളുടെ യോനു ഒന്ന് ഷോക്കാകും കേട്ടോ. അവൻ വിചാരിക്കും എന്നാൽ ഇവൾ എന്തിനാണ് ഈ നമ്പർ എടുത്ത് ഫോണിൻ്റെ ലോക്കാക്കി വെച്ചേക്കുന്നേ എന്ന്. വേഗം തന്നെ അവനാണെങ്കിൽ ആ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ മെസ്സേജസ് ഒക്കെ എടുത്തിട്ട് അവൻ്റെ ചേച്ചി എന്ത് മെസ്സേജാണോ അയച്ചത് അതങ്ങ് ഡിലീറ്റ് ആക്കി കളയും. എന്നിട്ട് അവൻ ആ സെക്കൻഡിൽ തന്നെ ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങി വരും. അവളാണെങ്കിൽ നമ്മുടെ യോനുവിനെ കാണുന്നേം ചോദിക്കും, അല്ല നീ ഇവിടെ എന്തെടുക്കുക, നീ എന്തിനാ എൻ്റെ റൂമിനകത്തോട്ട് കയറിയത്? ഉടനെ തന്നെ നമ്മുടെ യോനു പറയും, അതെ എനിക്കാണെങ്കിൽ ഉറക്കം വന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ചോദിക്കും, ഓഹോ നിനക്ക് ഉറക്കം വന്നില്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങ് വാ, നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് കാര്യം പറയാം. അപ്പോൾ നമ്മളുടെ യോനു പറയും, അത് സാരമില്ല, ഞാൻ എന്തായിരുന്നാലും എൻ്റെ റൂമിലോട്ട് പോവുക, നീ റെസ്റ്റ് എടുത്തോ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുടിച്ച് ആ കെട്ടൊക്കെ മാറി, ഞാനിപ്പോൾ നല്ല ഓക്കെയാണ്, നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹാങ് ആണെങ്കിൽ ഇവരെ നല്ലതുപോലെ ഫോഴ്സ് ചെയ്യും. എന്നാൽ നമ്മുടെ യോനു ആണെങ്കിൽ പറയും, വേണ്ട കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നീ ഇവിടെ അകത്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാ, ഞാൻ എൻ്റെ റൂമിൽ തന്നെ പോയി കിടന്ന് റെസ്റ്റ് എടുത്തോളാം, നീ ഇവിടെ നല്ലതുപോലെ റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ യോനു ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോകും. സത്യം പറയാൻ നമ്മുടെ ഹാങ് ആണെങ്കിൽ എന്ത് വിചാരിക്കുന്നതെന്ന് അറിയാവോ, അവൾ വിചാരിക്കും ഇവരാണെങ്കിൽ കുറച്ച് മുന്നേ അങ്ങോട്ട് കിസ് ചെയ്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മളുടെ യോനുവിനാണെങ്കിൽ ഇവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്നൊക്കെ അവൾ കരുതി വെച്ചേക്കുന്നത്. അവൾക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ചിരിയും വരും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യോനു ആണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് വന്നിട്ട് ഇരുന്ന് ആലോചിക്കുന്നതാ, എന്നാൽ നമ്മുടെ ഹാങ് എന്തിനാണ് 1031 എന്ന ആ ഒരു നമ്പർ പാസ്വേഡ് ആക്കി വെച്ചത് എന്ന്. അവനാണെങ്കിൽ അത് ആലോചിച്ചുകൊണ്ട് അവൻ്റെ സീലിംഗിലായിട്ട് നോക്കും. അപ്പം നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ ചെക്കപ്പ് ആയിരുന്നു. അവക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുക. ഇതറിഞ്ഞിട്ട് നമ്മളുടെ യോനുവിന് ഭയങ്കര സന്തോഷമുണ്ട്. അവനാണെങ്കിൽ
അവനാണെങ്കിൽ ഒരു അച്ഛനാവാൻ പോവുകയല്ലേ. അപ്പോഴവർ രണ്ടുപേരോട് ചോദിക്കും ഈ കുഞ്ഞ് എപ്പോഴായിരിക്കും ജനിക്കുന്നതെന്ന്. അങ്ങനെ ഡോക്ടർ പറയുന്ന ഡേറ്റ് ആണ് കേട്ടോ, അതായത് ഒക്ടോബർ 31. ഈ ഡേറ്റ് കേൾക്കുന്നതും അവർക്ക് നല്ല സന്തോഷമാവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു റൂം തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അവിടെയാണ് ഒരുപാട് സ്റ്റാർസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര കിടിലമായിട്ടാണ് കേട്ടോ ആ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്കിടയിൽ എന്തോ സംഭവിച്ചു. അതിനുശേഷം തന്നെയാണ് നമ്മുടെ യൂനുവിനും അതേപോലെ തന്നെ ഹാങ്ങിനും ഇടയിൽ ഇത്രയും വലിയ ഡിസ്റ്റൻസ് തന്നെ വന്നത്. നമ്മളുടെ യൂനു ആണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് അവൻ്റെ ആ സീലിങ്ങിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അവിടെ ഇപ്പോൾ ഒരുപാട് സ്റ്റാർസ് ഉണ്ടല്ലോ, എന്നാൽ ഇപ്പം നോക്കാൻ നേരത്തെ എന്തുവാ പ്രസൻറ്റ് ടൈമിൽ അവിടെയായിട്ട് ഒരു സ്റ്റാർ മാത്രമേ ഉള്ളൂ. അതായത് അവൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരിക്കൽ റൂമിലൊട്ടിച്ചിരുന്ന ഒരേ ഒരു സ്റ്റാർ. അതും നോക്കിക്കൊണ്ട് നമ്മളുടെ യൂനു ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കും. ഇവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യോനുവിൻ്റെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ ചേച്ചീനെയും ചേട്ടനെയും നല്ലതുപോലെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ചോദിക്കും നീ എന്തോത്തിനാ എൻ്റെ മോൻ്റെ അടുത്ത് ചോദിക്കാതെ അവൻ്റെ വൈഫിൻ്റെ അടുത്ത് ഡിവോഴ്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയത്? അവൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഇതിനകത്ത് ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യോനുവിൻ്റെ ചേച്ചി പറയും അമ്മ എന്തോത്തിനാ ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ എന്തായിരുന്നാലും അവളുടെ അടുത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. എന്തായിരുന്നാലും അവർ രണ്ടുപേരും ഇപ്പോൾ ഡിവോഴ്സ് ആവുന്നില്ലല്ലോ, അത് തന്നെ വലിയ സമാധാനം. അവനും അവൻ്റെ വൈഫും ഇപ്പോൾ നല്ല സ്നേഹത്തിലാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ നമ്മളുടെ യോനുവിൻ്റെ ചേച്ചി ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യോനുവിൻ്റെ അമ്മയാണെങ്കിൽ അവിടെ കോഴിക്കൂട്ടിലായിട്ട് ചെന്നിട്ട് അവിടുത്തെ കോഴിമുട്ടയൊക്കെ എടുക്കുന്നതാണ് കാണിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ അവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ യോനുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തുണ്ടല്ലോ അവിടെയായിട്ട് നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡായിട്ട് നടന്നു പോകുന്നത് യോനുവിൻ്റെ അമ്മ കാണും. അങ്ങനെ യോനുവിൻ്റെ അമ്മ വന്നിട്ട് ഹാങ്ങിൻ്റെ അമ്മയെടുത്ത് സംസാരിക്കാൻ ഒരുങ്ങും. യോനുവിൻ്റെ അമ്മ പറയും എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ ഫീലിങ്സ് എന്തുവാ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനാണെങ്കിൽ ആദ്യമേ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് എന്താണെന്നറിയാവോ, അവനാണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞങ്ങൾ നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞങ്ങൾ അവനോട് പറഞ്ഞതാ അങ്ങനെ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിക്കേണ്ട എന്ന്. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അവൾ വലിയ പണക്കാരിയായെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഇതേപോലെയല്ലേ സംഭവിച്ചേക്കുന്നത്. എൻ്റെ മോനാണെങ്കിൽ അത്ര വലിയ പണക്കാരനൊന്നും അല്ലല്ലോ, എത്രയൊക്കെ പറഞ്ഞാലും അവൻ നല്ലൊരു കുട്ടിയാണ്, നിങ്ങളുടെ മോളെ പൊന്നു പോലെ നോക്കിക്കോളൂ എന്നൊക്കെ പറയും. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര പുച്ഛത്തോടെ സംസാരിക്കും. അവർ പറയും എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മോൻ ഭയങ്കര മിടുക്കൻ തന്നെ, അവനാണെങ്കിൽ അവസാനം ഒരു പണക്കാരി പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചില്ലേ, അവൻ്റെ ലൈഫ് അവൻ സെറ്റിലാക്കി. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരൊരുമാതിരി സംസാരിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവും. എന്നിട്ടിപ്പോൾ പ്രസൻറ്റ് ടൈം കാണിക്കും. അവിടെ നമ്മുടെ യൂനുവിൻ്റെ അമ്മയാണെങ്കിൽ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് പറയും എന്തൊക്കെയായിരുന്നാലും നീ അവളെ കല്യാണം കഴിക്കുകയോ ഡിവോഴ്സ് ചെയ്യുകയോ ഒരുമിച്ച് ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എത്രയൊക്കെ ആയിരുന്നാലും നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി, എനിക്കത് മാത്രം കണ്ടാൽ മതിയെന്ന് അവൻ്റെ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ യൂനു ഉണ്ടല്ലോ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുന്നത് നമ്മുടെ യൂനുവിന് ഭയങ്കര ജലസാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂൻസങ് ആണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത് എന്തുവാ രാവിലെ എണീക്കുമ്പോൾ നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കൊടുത്താൽ മതി, അവളുടെ ഹാങ് ഓവറൊക്കെ മാറും എന്നല്ലേ. ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് വയ്ക്കും നീ എന്തോത്തിനെ രാവിലെ തന്നെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് തരാം. ഇത് കേൾക്കുന്നതിന് നമ്മളുടെ ഹാങ് പറയും അതിൻ്റെ ആവശ്യമില്ല, എനിക്കിത് തന്നെ മതി എന്ന്. എന്നാൽ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടും വാശി പിടിക്കും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് വയ്ക്കും നിനക്കിപ്പോൾ ഇത് എന്താ പറ്റിയത്, എനിക്കാണെങ്കിൽ ഇത് മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൽ ഓക്കെയാണ്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ യൂനു അങ്ങ് ഒരുമാതിരിയാവും. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നടന്നു വരും. നമ്മുടെ യൂനു വിചാരിക്കും ഇവൾ അവനെ വീണ്ടും കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുക എന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിന് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണു അടച്ചങ്ങ് നിന്ന് കൊടുക്കും. എന്നാൽ നമ്മുടെ ഹാങ് വന്ന് എന്തോത്തിനാണെന്നറിയാവോ, അവൻ്റെ കോളറിൻ്റെ ബാക്കിലായിട്ട് എന്തോ ഒരു പൊടി പറ്റിയിരിക്കുമായിരുന്നു, അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ ആ സംഭവം എടുത്തിട്ട് ഇവനെടുത്ത് വയ്ക്കും നീ എന്തോ ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ, നിൻ്റെ കോളറിൽ ഇതാ ഒരു തൂവൽ പോലത്തെ സംഭവം വന്നിരിക്കുന്നു, നിനക്ക് അതുപോലെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കും. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ഉണ്ടല്ലോ വേഗം തന്നെ അടുക്കളയിലായിട്ട് പോകും. എന്നിട്ട് അവൻ ഇരുന്ന് ചിന്തിക്കും അല്ല ഞാൻ എന്തോത്തിനാ ഇപ്പം ഇത്രയും അങ്ങ് ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്തത്, എനിക്കാണെങ്കിൽ എൻ്റെ ഹാർട്ട് ബീറ്റും കൂടി, അതെന്തായിരിക്കും സംഭവം, ഒരു പക്ഷേ അവളെ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയതുകൊണ്ടായിരിക്കും അല്ലേ, എനിക്ക് അവളുടെ അടുത്ത് ഫീലിങ്സ് ഒന്നുമില്ല, എനിക്ക് ഫീലിങ്സ് അവളുടെ അടുത്ത് തോന്നത്തേ ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മളുടെ യൂനു ആണെങ്കിൽ സ്വന്തമായിട്ട് അവൻ്റെ ബ്രെയിനിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കും. അതായത് അവന് ഹാങ്ങിനെ ഇഷ്ടമല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ റെഡിയായി നല്ല
സുന്ദരിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അവളെ കാണുന്നേ നമ്മുടെ യോനു ആണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. വേഗം തന്നെ നമ്മുടെ ഹാങ് വന്നിട്ട് യോനുവിൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് കാണാൻ? നല്ല രസമില്ലേ? ഇത് ലിമിറ്റഡ് എഡിഷനാണ്. ഇതിൻ്റെ ഒരു പീസെന്ന് പറഞ്ഞാൽ ആ ഹാർമൻ്റെ വൈഫിലായിരിക്കുന്നത്, വേറൊന്ന് എൻ്റെ കയ്യിലുമാണ്. എനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് അവൾ ചോദിക്കും. സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ യോനു ആണെങ്കിൽ അവളുടെ സൗന്ദര്യത്തിലുണ്ടല്ലോ മുഴുകി അങ്ങ് നിന്നു പോകും. അങ്ങനെ അവസാനം അവൻ പറയും, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇവൻ്റെ ആ ഒരു സ്യൂട്ട് ശ്രദ്ധിച്ചിട്ട് പറയും, നിൻ്റെ ഇന്നത്തെ സ്യൂട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ സുന്ദരനായിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യോനുവിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവൻ അവൻ്റെ ഓഫീസിലായിട്ട് വന്നിട്ട് ഇവൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതാണ്. എപ്പോഴും അവൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസമാണെങ്കിൽ അവൻ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിക്കും, ഇന്ന് സാറ് നല്ല മൂഡിലാണല്ലോ, എന്തോ ഒന്ന് നല്ലതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് നല്ല ഹാപ്പി ആണെന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്നത് നമ്മളുടെ യൂണിഫ് ഭയങ്കര ഷോക്കായി പോകും. അവൻ പറയും, എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, ഞാൻ അത്ര ഹാപ്പി ഒന്നും അല്ല എന്ന്. എന്നാൽ അവന് തന്നെ മനസ്സിലാവത്തില്ല. എന്നിട്ട് അവനിരുന്ന് ആലോചിക്കും, ഈ ഒരു പക്ഷേ ഹാങ് എന്നെ പ്രശംസിച്ചത് കൊണ്ടായിരിക്കുമോ എനിക്കിത്ര നല്ല മൂഡ്. അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഇതേപോലെ നല്ലൊരു വാക്ക് ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല, അതൊക്കെ കൊണ്ടായിരിക്കുമല്ലേ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്ന് പറയട്ടെ. അവനാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെ ഓഫീസിലെ അതിൻ്റെ മുമ്പേ കൂടി പാസ് ചെയ്ത് പോവും. എന്നിട്ട് അവനാണെങ്കിൽ നൈസിന് നമ്മുടെ ഹാങ്ങിനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൻ വിചാരിക്കും, ഇവളുടെ മുഖം കണ്ടാലേ അറിയാം ഇവളിപ്പോൾ ദേഷ്യപ്പെടാൻ പോവുക എന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ 1 തൊട്ട് 5 വരെ കൗണ്ട് ചെയ്യും. അവൻ 5 വരെ കൗണ്ട് ചെയ്യുന്നതും നമ്മുടെ ഹാങ് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പ്രോജക്റ്റ് എല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തോ ഈ വരച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കാണുന്നേ നമ്മുടെ യൂനിവ് പറയും, കണ്ടില്ലേ, ഈ ദേഷ്യം കണ്ടിട്ടാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്, ഇവളെ കണ്ടാലേ എനിക്ക് പേടി വരുമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അങ്ങ് ചിരിക്കാനായിട്ട് തുടങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സംഭവം അവൾ ആ പേപ്പറിനകത്ത് കണ്ടായിരുന്നു. ഇവള് ചിരിക്കുന്ന കാണുന്ന നമ്മുടെ യോനു ആണെങ്കിൽ ഇവളെ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അന്ന് വൈകുന്നേരം ആണെങ്കിൽ നമ്മുടെ യോനു ഉണ്ടല്ലോ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലായിട്ട് വന്നിരിക്കുന്നയാ. അവിടെയാണെങ്കിൽ നമ്മളുടെ യോനുവിൻ്റെ ഫ്രണ്ട് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, 2 പേര് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം അവർ ഇഷ്ടത്തിലാവോ എന്നാണ് എല്ലാവരും പറയുന്നത്. നീ ക്രാഷ് ലാൻഡിങ് ഓൺ യു സീരീസ് കണ്ടിട്ടില്ലേ, അതിനകത്ത് ഇതേ സെയിം സ്റ്റോറിയാണ്. എന്നാൽ നമ്മളുടെ യോനു ആണെങ്കിൽ പറയും, ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് അവളുടെ അടുത്ത് ഇഷ്ടമൊന്നുമില്ല, ഞാൻ അവളുടെ അടുത്ത് ജസ്റ്റ് അഭിനയിക്കുവാണ്. എന്നാൽ നമ്മുടെ യോനുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൻ പറയും, എനിക്കിന്ന് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയല്ലോ, നീ ആണെങ്കിൽ നിൻ്റെ വൈഫിന് പുതിയൊരു ഷൂ വാങ്ങിച്ചു കൊടുത്തോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ യോനുവിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ് ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഹീലിൻ്റെ ഷൂ ഇട്ടേക്കുന്നത്. അവൾ ആ ചെരുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ എന്തോ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നടന്നു പോവുക. എസ്കലേറ്റർ കയറാൻ നേരത്ത് അവൾ പെട്ടെന്ന് കയറാൻ വേണ്ടി അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ നടക്കുന്ന വഴിയിൽ വെച്ചിട്ടേ അവളുടെ കാലൊന്ന് സ്ലിപ്പായി അവൾ വീഴാനായിട്ട് പോകും. അതാണെങ്കിൽ ദൂരെ നിന്നിട്ട് നമ്മളുടെ യൂനു കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനാണെങ്കിൽ നമ്മളുടെ ഹാങ് വീഴുന്ന കാണുന്ന അവിടെ നിന്ന് വിളിച്ചു കൂവി പറയും, നിനക്ക് നോക്കി നടന്നൂടെ എന്ന്. സത്യം പറഞ്ഞാൽ ഇതാണെങ്കിൽ നല്ല ഉറക്കെയാണ് കേട്ടോ അവൻ വിളിച്ചു പറയുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ പരതി നോക്കും. അവൾ വിചാരിക്കും, എന്നാലും ഇത് ആരാണ് ഇത്ര റൂഡായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ അലറി വിളിച്ച് പറയുന്നതെന്ന്. അവള് നോക്കുമ്പോൾ എന്തുവാ അവിടെ എങ്ങും ആരെയും കാണത്തില്ല. നമ്മുടെ യോനു ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് അങ്ങ് മിന്നിക്കളയും. അവനാണെങ്കിൽ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിനകത്തായിട്ട് കയറി എങ്ങിരിക്കും. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് ചോദിക്കും, സാറിന് എന്താണ് വേണ്ടതെന്ന്. നോക്കുമ്പോൾ എന്തുവാ അവൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ഷൂ തന്നെയുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു ഷൂ ആയിരുന്നു. നോക്കുമ്പോൾ എന്തുവാ അതാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെ കാലിന് പറ്റിയ സൈസും. വേഗം തന്നെ നമ്മുടെ യോനു പറയും, എന്നാൽ പിന്നെ ഇത് പാക്ക് ചെയ്തോ എന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിലേ ഈ ഷൂവും കൊണ്ട് നേരെ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്തായിട്ട് വരും. എന്നിട്ടാണെങ്കിൽ ഇവളുടെ മുമ്പിലായിട്ട് ഷൂ നീട്ടി കാണിക്കും. അപ്പോൾ അവൾ ചോദിക്കും, ഇതെന്തുവാ എന്ന്. ഉടനെ നമ്മളുടെ യൂനു പറയും, അത് ഞാനൊരു കടയിൽ നിന്ന് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാ, അവിടെ 50% ഓഫിൽ കിടന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ചോദിക്കും, നീ ഇതുവരെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എക്സ്പെൻസീവ് അല്ലാത്ത ഏതെങ്കിലും ഒരു ചെരുപ്പ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഉടനെ തന്നെ നമ്മളുടെ യൂനു പറയും, ഇത് എക്സ്പെൻസീവ് അല്ലായിരിക്കും, എങ്കിലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം വാങ്ങിയതാ. നീയാണെങ്കിൽ എപ്പോഴും ഭയങ്കര കെയർ ഫ്രീ ആയിട്ടല്ലേ നടക്കുന്നത്, നീ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഇതിട്ട് കഴിഞ്ഞാൽ നിന്റെ കാലിനും പ്രൊട്ടക്ഷൻ ആയിരിക്കും, നിനക്ക് നല്ല സേഫായിട്ട് നടക്കാൻ പറ്റും, അതുകൊണ്ട് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനു ഇവളെ നോക്കി ഒന്ന് വല്ലാണ്ട് ചിരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിന് ഭയങ്കര സന്തോഷം. അവൾ അങ്ങനെ ആ ചെരുപ്പ് വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവൾ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് അവിടെ അതിലേ കൂടി നടക്കുന്നതാണ്. ഇത് കാണുന്നേ നമ്മുടെ യൂനുവിന് നല്ല സന്തോഷമായിരുന്നു. എന്താന്ന് വെച്ചാൽ അവളാണെങ്കിൽ അവൻ്റെ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലേ. നമ്മുടെ യോനു ആണെങ്കിൽ ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ യോനുവിനെ കാണിച്ചുകൊണ്ടാണ്.
അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവളാണെങ്കിൽ ഇപ്പം നമ്മുടെ യോനു വാങ്ങിച്ചു കൊടുത്ത ഷൂ ഇല്ലേ അതിട്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നേ. ഇത് കാണുന്നേയും അവൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി വന്നിട്ട് പറയും, എന്നാലും നിങ്ങളുടെ വൈഫിനെ നോക്കി നിങ്ങൾ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. അപ്പം നമ്മുടെ യോനു പറയും, അത് അവളെന്ത് സുന്ദരിയാ, അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ യൂൻസങ്ങ് കയറി വരും. ഇവനെ കാണുന്നത് നമ്മുടെ യോനുവിൻ്റെ മൂടങ്ങ് പോകും കേട്ടോ. ഇവനാണെങ്കിൽ നമ്മുടെ ഈ ഹാങ്ങിൻ്റെ അടുത്ത് ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന ആ സ്റ്റാഫ് ഉണ്ടല്ലോ നമ്മുടെ യോനുവിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഇവർ രണ്ടുപേരും ഏത് സമയം മീറ്റ് ചെയ്യേക്കുവാണല്ലോ, എപ്പോഴും ഡിന്നർ അത് ഇതെന്നും പറഞ്ഞിട്ട് പുറത്തു പോകുവാണ്. ഉടനെ തന്നെ നമ്മുടെ യോനു പറയും, അതിനിപ്പോൾ എന്താ, രണ്ടുപേരും മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ ഈ ഡിന്നർ കഴിക്കാന്നൊക്കെ പറയുന്നത് അത് സ്വാഭാവികമാണ്. ഇവരാണെങ്കിൽ അവരുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടാണ് അങ്ങനെയുള്ള ഓരോന്നൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. ഇത് കേൾക്കുന്ന ആ സ്റ്റാഫ് പറയും, എന്തൊക്കെ പറഞ്ഞാലും എനിക്കതങ്ങോട്ട് അത്ര പിടിക്കുന്നില്ല എന്നാവ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂനുവിൻ്റെ മുഖം അങ്ങ് മാറും. പെട്ടെന്ന് തന്നെ എന്തുവാ ഈ യൂൻസങ്ങാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ മുടിയിലായിട്ട് കയറി പിടിക്കും. ഇത് കാണുന്ന ആ സ്റ്റാഫ് ചോദിക്കും, കണ്ടില്ലേ നിങ്ങളുടെ വൈഫിൻ്റെ മുടിയിലായിട്ട് അയാൾ കയറി പിടിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, ഹാങ്ങിനാണെങ്കിൽ അവളുടെ മുടിയിൽ പിടിക്കുന്നത് ഇഷ്ടമേ അല്ല, അവളിപ്പോൾ അവൻ്റെ അടുത്ത് ദേഷിക്കുമായിരിക്കും. അങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാങ്ങാണെങ്കിൽ ആ യൂൻസങ്ങിൻ്റെ അടുത്ത് വലുതായിട്ട് ദേഷിക്കത്തൊന്നുമില്ല. അവളാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇത് കാണുന്നേ നമ്മുടെ യൂനു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും കേട്ടോ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പിന്നീട് നമുക്ക് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അതായത് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് ചോദിക്കും, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാ എന്ന്, അവളെ കാരണം നീ ഭയങ്കര ഡിസ്റ്റർബ് ആവാൻ തുടങ്ങി. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ യൂനു ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവൻ്റെ മുഖത്താണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ മുടിയിൽ യൂൻസങ്ങ് കയറി പിടിച്ചില്ലേ, അതത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അവന് നല്ല ജലസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂൻസങ്ങും കൂടി ചേർന്നിട്ട് ആ ഹാർമൻ എന്ന് പറയുന്ന ബിസിനസ്സുകാരനില്ലേ അയാളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നയാ. അങ്ങനെ രണ്ടുപേരും കാറിലിരിക്കാൻ വരുന്നത് നമ്മുടെ ഈ യൂൻസങ് ഉണ്ടല്ലോ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്ത് ചെരുപ്പായി ഇട്ടേക്കുന്നത്, നിന്റെ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുമായിട്ട് ഇതൊട്ടും മാച്ച് ആവുന്നില്ല, നീ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ചെരുപ്പ് ഇട്ടിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, അതിനിപ്പോൾ എന്താ, ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പോരാത്തതിന് ഭയങ്കര കംഫർട്ടബിളും ആണ്, ഇതാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നതാ, അവനാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴുവോ എന്ന് ആലോചിച്ചിട്ട്, അതുകൊണ്ടാണ് അവൻ എനിക്കിത് വാങ്ങിച്ചിട്ട് വന്നത്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, അവൻ എന്ത് പാവോ എന്നൊക്കെ നമ്മുടെ ഹാങ് ഇരുന്ന് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ആ യൂൻസങ്ങിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ ഒരുമാതിരി മുഖം വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൻസങ്ങും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ട് ആ ഹെർമനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ യൂൻസങ് ആണെങ്കിൽ ഹാങ്ങിന് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഹെർമൻ ഏത് ടൈപ്പിലുള്ള പ്രോജക്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നേ എന്ന്. അവൾ അങ്ങനെയുള്ള പ്രോജക്റ്റൊക്കെ വരച്ചിട്ടാണ് വന്നേക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഇവക്കാണെങ്കിൽ നമ്മുടെ യൂൻസങ് ഉണ്ടല്ലോ ഹെർമൻ്റെ കുറച്ച് സീക്രട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഹെർമനെ അവളുടെ വശത്താക്കി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൾ ആ ഡീലിനെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരാണെങ്കിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ് ഉണ്ടല്ലോ യൂൻസങ്ങിൻ്റെ അടുത്ത് പറയും, എത്രയൊക്കെ പറഞ്ഞാലും നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, നിന്നെ ഞാൻ പണ്ട് കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു യൂൻസങ്ങേ അല്ല ഇപ്പോൾ. ഇത് കേൾക്കുന്ന യൂൻസങ് പറയും, നിന്റെ വായിന്ന് ഇങ്ങനൊരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയ്ക്കും ചേഞ്ച് ആയത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ യൂൻസങ്ങിൻ്റെ കൂടെ ഭയങ്കര കടപ്പാടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ കാരണമല്ലേ അവളുടെ വലിയൊരു ഡ്രീം തന്നെ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനുവിനെയും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടിനെയാണ്. രണ്ടുപേരോട് ചേർന്നിട്ട് ഒരു സ്ട്രീറ്റ് മാർക്കറ്റിലായിട്ട് വന്നിട്ടേ നമ്മളുടെ യൂനു ആണെങ്കിൽ ഒരു കേക്ക് പോലത്തെ സംഭവം വാങ്ങിക്കും. ഇത് കാണുന്ന അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇവനെ കളിയാക്കാൻ തുടങ്ങും, എടാ കള്ള, എനിക്ക് നന്നായിട്ടറിയാം ഇത് നീ വാങ്ങിക്കുന്നത് നിൻ്റെ വൈഫിന് വേണ്ടിയിട്ടല്ലേ, നിൻ്റെ അടുത്ത് ഞാൻ നിൻ്റെ വൈഫിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നീ അല്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇപ്പോഴും അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ ഫ്രണ്ട് ഇവനായിട്ട് കളിയാക്കും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ യൂനു ആണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആവത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിനുണ്ടല്ലോ ഹാങ്ങിൻ്റെ അടുത്ത് നിന്നൊരു മെസ്സേജ് വരും. അവനാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കും. പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഫ്രണ്ടാണെങ്കിൽ വന്നിട്ട് എത്തി നോക്കാൻ തുടങ്ങും. അവൻ പറയും, എന്നാലും നിനക്ക് എന്ത് മെസ്സേജാണ് വന്നേന്ന്. നോക്കുമ്പോൾ എന്താ നമ്മുടെ ഹാങ് എഴുതിയിരിക്കുന്ന, യൂനു നീ ഇപ്പോൾ എവിടെയാ, ഞാനാണെങ്കിൽ വീട്ടിലുണ്ട്, നീ വേഗം തന്നെ വീട്ടിലോട്ട് വരണം, എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേയും നമ്മുടെ യൂനുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവനെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. എന്നിട്ട് പറയും, എടാ നീ അവസാനം നിന്റെ ഡ്രീം സാധിച്ചെടുത്തു. അവളാണെങ്കിൽ മിക്കവാറും വിൽപത്രമായിരിക്കും ചേഞ്ച് ആക്കിയേക്കുന്നത്, അത് കാണിക്കാനായിരിക്കും നിന്നെ വിളിക്കുന്നത്, വേഗം തന്നെ നീ നിന്റെ വീട്ടിലോട്ട് ചെല്ല്. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ലടാ എന്ന്.
എന്നാൽ നമ്മുടെ യോനുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആവത്തില്ല. അവൻ പറയും ഒരിക്കലുമല്ല, അത് തന്നെയായിരിക്കും കാര്യം, നീ വേഗം തന്നെ വീട്ടിലോട്ട് ചെല്ലുക എന്നും പറഞ്ഞ് നമ്മുടെ യോനുവിനെ പറഞ്ഞുവിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യോനു ആണെങ്കിൽ അവിടെ വീട്ടിലായിട്ട് വന്നിട്ട് നമ്മുടെ ഹാങ്ങിനുണ്ടല്ലോ അവൻ വാങ്ങിച്ച് ആ കേക്ക് എടുത്ത് കൊടുക്കുന്നതാണ്. അവളാണെങ്കിൽ കേക്ക് കാണുന്നതും ഭയങ്കര സന്തോഷമാവും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇവൻ്റെ കയ്യിലായിട്ട് ഒരു പാക്കറ്റ് സംഭവം എടുത്തു കൊടുക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പേഴ്സ് പോലത്തെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോനു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവനാണെങ്കിൽ ഉറപ്പാവും, അതായത് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇപ്പോൾ ഇവന് വേണ്ടിയിട്ടുള്ള വിൽപ്പത്രം തന്നെയായിരിക്കും എഴുതി കൊടുത്തത് എന്ന്. അവനാണെങ്കിൽ ചോദിക്കും, എങ്കിലും എന്താണ് ഇത്രയ്ക്കും വലിയ അർജൻറ്റ് കാര്യമെന്ന്. അപ്പം നമ്മുടെ ഹാങ് പറയും, എന്തായിരുന്നാലും നീ ഒന്ന് വായിച്ചു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മുടെ യോനു ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കും. അത് വായിക്കുന്നതും നമ്മുടെ യോനുവിൻ്റെ മുഖം ഭയങ്കര ഡള്ളാവും. എന്തുവാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ഉണ്ടല്ലോ അവളുടെ ഹോസ്പിറ്റലിലെ ഒരു റിപ്പോർട്ടാണ് അയച്ചു കൊടുത്തത്. അതായത് ഇവള് 3 മാസമല്ലേ ജീവിക്കത്തോളെന്ന് പറഞ്ഞേക്കുന്നത്. എന്നാൽ അമേരിക്കയിലുള്ള ഏതോ ഒരു ഡോക്ടേഴ്സ് ഇവക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തു. ഇവക്കാണെങ്കിൽ ജീവിക്കാനുള്ള ചാൻസ് 50% ഉണ്ട്, അതിനുള്ള ക്യൂർ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഇത് വായിക്കുന്നത് നമ്മളുടെ യോനു ആണെങ്കിൽ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് പറയും, എനിക്ക് നന്നായിട്ടറിയാം നിനക്കാണെങ്കിൽ നല്ല സന്തോഷമുണ്ട് ഞാൻ ജീവിക്കുന്നതിൽ എന്ന്. അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഭയങ്കര ഷോക്കായിട്ടിരിക്കുന്നത്. ഞാനും പറഞ്ഞില്ലായിരുന്നു എൻ്റെ ലൈഫിൽ മിറാക്കിൾസ് നടക്കുമെന്ന്. എനിക്കും ഇനി 3 മാസത്തേക്ക് മാത്രമല്ല വീണ്ടും ജീവിക്കാനുള്ള അവസരം കിട്ടിയേക്കാണ്. നീയും എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹാങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് സംസാരിക്കും. ഇവളുടെ ഈ സന്തോഷം കാണുന്നേ നമ്മളുടെ യോനുവിന് എന്ത് വേണമെന്ന് കൂടി മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവനാണെങ്കിൽ വേഗം തന്നെ ഈ വീടിന് പുറത്തോട്ട് പോയിട്ടേ അവിടുത്തെ ഒരു ഗ്രൗണ്ടിലായിട്ട് കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്നതാണ്. ഇവനാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യോനു ആണെങ്കിൽ അവൻ്റെ വീട്ടിലായിട്ട് വന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഈ ഹാങ്ങിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. അതായത് ഇവള് 3 മാസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നല്ലായിരുന്നു അവൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 50% കൂടുതൽ അവളുടെ രോഗം നേരെയാവാനുള്ള ചാൻസ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവൻ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കും. അവൻ വിചാരിക്കും, അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് ശാപമോഷം കിട്ടത്തില്ലേ, ഈ വീട്ടുകാരെ ഞാൻ ഇനിയും സഹിച്ചുകൊണ്ടിരിക്കണം. ഇവരാണെങ്കിൽ എല്ലാ മാസവും ഓരോ കുഞ്ഞു കുഞ്ഞു കുറ്റം കണ്ടുപിടിച്ചിട്ട് വെറുതെ വഴക്ക് പറയും. പോരാത്തതിന് ഇവരെന്ത് തെറ്റ് ചെയ്താലും അത് മൊത്തം വാദിച്ചു തീർക്കേണ്ടത് ഞാനായിരിക്കും. ഇവള് എന്നെ നല്ല ടോർച്ചറിങ് ആണ്. എനിക്കാണെങ്കിൽ മനസ്സമാധാനമായിട്ട് കരയാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. കരയാൻ വേണ്ടിയിട്ട് ഞാൻ കാർ വാഷ് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു വർഷത്തിൽ 15 തവണ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യോനു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്ത് നോക്കും. അവനപ്പോൾ അവസാനം ഒരു തീരുമാനം എടുക്കും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോനു ആണെങ്കിൽ ഒരു തീരുമാനം എടുക്കും. അതായത് നമ്മളെ ഹാങ് ആണെങ്കിൽ 3 മാസത്തിന് ശേഷം അവളുടെ രോഗമെല്ലാം മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ 3 മാസത്തിന് ശേഷം ഡൈവോഴ്സിനെ പറ്റി സംസാരിക്കുമെന്ന്. അവനങ്ങനെ അതിനെപ്പറ്റി ഡ്രീം ചെയ്യും. അതായത് ഇവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, എനിക്കാണെങ്കിൽ എന്തായിരുന്നാലും ഡിവോഴ്സ് കിട്ടിയേ പറ്റത്തുള്ളൂ, നിൻ്റെ ആരോഗ്യമൊക്കെ ഇപ്പം നേരെയായില്ലേ, അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു വേണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് പറയും, ഓഹോ അപ്പോൾ ഇത്രയും കാലവും നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ, നിനക്ക് ഡിവോഴ്സ് വേണമെന്ന് ഇത്രയും നാളിൽ എൻ്റെ അടുത്ത് എന്താ ഇതുവരെയും പറയാഞ്ഞത്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹാങ് ആണെങ്കിൽ അവളുടെ കയ്യിലിരുന്നിട്ട് ഗണ്ണെടുത്തിട്ട് നമ്മുടെ യോനുവിനെ ഷൂട്ട് ചെയ്യും. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ യോനുവിൻ്റെ തല പെരുക്കും. അവൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഹാങ് എൻ്റെ അടുത്ത് ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും, അവൾ അതിനൊന്നും പഠിക്കത്തില്ല, എൻ്റെ ലൈഫ് എന്തായിരുന്നാലും നശിച്ചു പോയെന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അവൻ്റെ കട്ടിലായിട്ടങ്ങ് കിടക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചെയർമാനെയാണ്. അയാളാണെങ്കിൽ അയാളുടെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ ടെന്നീസൊക്കെ കളിച്ചിട്ടേ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നതും അയാളുടെ മോളുണ്ടല്ലോ, അതായത് നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റി, അവർ വന്നിട്ട് നമ്മുടെ ഈ ചെയർമാൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും. അവരാണെങ്കിൽ പറയും, അച്ഛാ എനിക്കാണെങ്കിൽ അച്ഛനെ കൊണ്ടൊരു കാര്യം നേടാനുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണോ എന്ന്. സത്യം പറഞ്ഞാൽ ഈ ചെയർമാനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും അയാൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനു ഉണ്ടല്ലോ അവൻ്റെ വീട്ടിലായിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂൻസങ്ങും കൂടി ഇരുന്ന് സംസാരിക്കുക. അവരാണെങ്കിൽ ബിസിനസ് പരമായിട്ടാണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ യൂൻസങ്ങിനെ രാവിലെ തന്നെ അവൻ്റെ വീട്ടിൽ കാണുന്നത് നമ്മുടെ യൂനുവിന് അത്രയും കൊണ്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ വന്നിട്ട് ചോദിക്കും, അല്ല രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ എന്തെടുക്കുക? ഉടനെ തന്നെ യൂൻസങ് പറയും, അത് ഞങ്ങളെ ബിസിനസ്സുകാർ സംസാരിക്കുമായിരുന്നു, ബിസിനസ്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സ്ഥലം നിങ്ങളുടെ വീട് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നത്. ഉടനെ തന്നെ നമ്മുടെ യൂനുവിനാണെങ്കിൽ ഭയങ്കര ജലസ് അടിച്ചിട്ട് അവൻ പറയും, എന്തൊക്കെയായിരുന്നാലും
നിങ്ങൾ ബിസിനസ് അല്ലേ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം, എന്തായിരുന്നാലും നിങ്ങൾക്ക് ലീഗൽ ടീമിൻ്റെ ആവശ്യം വരുമല്ലോ. ഉടനെ തന്നെ യൂൻസങ് പറയും, ലീഗൽ ടീമിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഇപ്പോഴേ ഇല്ല, ഞങ്ങൾ ആദ്യമേ ബിസിനസ്സിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് മതി ലീഗൽ ടീം എന്ന് പറയും. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവരെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനുവിനാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവനാണെങ്കിൽ എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ല. അവനെന്നാൽ അവിടെ നിന്ന് മാറാണ്ട് അവിടെ തന്നെ ഇരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ യൂൻസങ്ങിൻ്റെ ചോദിക്കും, ഞാൻ നിനക്ക് കോഫി എടുത്തിട്ട് വരട്ടെ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യൂനുവിന് ഭയങ്കരമായിട്ട് അങ്ങ് ജലസടിക്കും. അവനാണെങ്കിൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല എന്നാലും നീ എന്താ എനിക്ക് കോഫി വേണമെന്ന് ചോദിക്കാതെ. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവൻ്റെ അടുത്തായിട്ട് വന്ന് സ്നേഹത്തോടെ സംസാരിക്കും. അതായത് നിനക്ക് ഉറക്കം എഴുന്നേറ്റ ഉടനെ കോഫി കുടിക്കുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് കോഫി ചോദിക്കാത്തേ എന്നും പറഞ്ഞിട്ട് അവൾ നേരെ കിച്ചണിലോട്ടങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിനങ്ങ് ഒരുമാതിരിയാവും. എന്നാലും അവൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അവ ഉടനെ തന്നെ നമ്മുടെ യൂൻസങ്ങിൻ്റെ അടുത്ത് പറയും, കണ്ടില്ലേ എൻ്റെ വൈഫിന് എന്നെ എന്ത് കാര്യമാണ് എന്ന്. അവൾ എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്, അവൾക്കാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഉടനെ തന്നെ യൂൻസങ് ആണെങ്കിൽ പറയും, എന്തൊക്കെയായിരുന്നാലും ഹാങ്ങിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവൾ എൻ്റെ അടുത്താണ് ആദ്യമേ വരുന്നത്, എനിക്കല്ലേ അവളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിനാണെങ്കിൽ എന്ത് പറയണമെന്ന് മനസ്സിലാവത്തില്ല. അവനാണെങ്കിൽ വേഗം തന്നെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോകും. എന്നിട്ട് നമ്മുടെ ഹാങ്ങിനെ കണ്ടിട്ട് അവളുടെ അടുത്ത് ഓരോന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. അതായത് നമ്മുടെ യൂനു അവളുടെ അടുത്ത് ചോദിക്കും, അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, നിൻ്റെ മുടിയിൽ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നിനക്കത് ഇഷ്ടമല്ലല്ലോ, പണ്ടൊരിക്കൽ ഞാൻ നിൻ്റെ മുടിയാണെങ്കിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കി ചീത്തയാക്കിയെന്നും പറഞ്ഞിട്ട് നീ എന്നെ എന്തുമാത്രമാണ് കിടന്ന് വഴക്ക് പറഞ്ഞത്, എന്നിട്ട് എന്താ നീ ഇപ്പോൾ വേറെ ആരത്തും അങ്ങനെ കാണിക്കാതെ. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ചോദിക്കും, നീ ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ യൂനു പറയും, അല്ല ഇന്നലെ ആ യൂൻസങ് ആണെങ്കിൽ നിൻ്റെ മുടി പിടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു, എന്നാൽ നീ ആണെങ്കിൽ അവനെ വഴക്ക് പറയാതെ ചിരിച്ചുകൊണ്ടാണ് നിന്നത്, നിനക്കാണെങ്കിൽ ഒരു കാര്യം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതാരായിരുന്നാലും അവരുടെ മുഖത്തൂക്കി പറയണം, അല്ലാണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകാനായിട്ട് ഒരുങ്ങും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹാങ്ങിന് ഇപ്പം മനസ്സിലായി, അതായത് യൂനുവിനാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ജലസ് അടിച്ചിട്ടുണ്ട്, അവൻ ഈ ജലസിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന്. യൂനു ആണെങ്കിൽ ഇവൾ പോകുന്നതും ആലോചിക്കും, നോക്കിയാണ് ഞാൻ ഇവളുടെ അടുത്ത് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നേ, എന്നിട്ട് അവൾ എനിക്കൊരു മര്യാദ പോലും തരാതെ ഇവിടെ നിന്നങ്ങ് പോയി, എങ്കിലും അവൾ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ യൂൻസങ്ങും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നതാണ്. ഇവർ രണ്ടുപേരും ഒരു ഹോളിലായിട്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിനാണെങ്കിൽ മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. അവനാണെങ്കിൽ അങ്ങനെ ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് കറങ്ങി കറങ്ങി നിൽക്കും. അതായത് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ അവൻ വിചാരിക്കും, എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളെ രണ്ടുപേരെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ യൂനു അവിടെ കറങ്ങി നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ആ യൂൻസങ് ഉണ്ടല്ലോ അവനത് കാണും. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുമെന്നറിയാവോ, കയ്യിലിരുന്ന് റിമോട്ട് എടുത്തിട്ട് അവിടുത്തെ ആ ബാൽക്കണിയുടെ ആ ഷട്ടർ അങ്ങ് അടച്ചു കളയും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ പറയും, എടാ എന്നാലും നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒളിഞ്ഞു നിന്നൊക്കെ നോക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവനാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെയും ഈ യൂൻസങ്ങിൻ്റെയും കൂടി മീറ്റിംഗ് നടക്കുന്ന റൂമിൻ്റെ പുറത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അവനാണെങ്കിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇവരെന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ചെവിയും വെച്ചുകൊണ്ട് നിൽക്കും. എന്നാൽ നമ്മുടെ യൂനുവിനൊന്നും കേൾക്കാനൊന്നും പറ്റത്തില്ല. അവസാനം ഇവനാണെങ്കിൽ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കും. അതായത് ഇവനിങ്ങനെ നടന്നു പോകാൻ നേരത്ത് നമ്മളുടെ ഹാങ് ഇവനെ വിളിച്ചതുപോലെ കേട്ടു, ഹണി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അകത്തോട്ട് ചെന്ന് കയറാ എന്ന്. അങ്ങനെ അവൻ അതേപോലെ തന്നെ ചെയ്യും. പെട്ടെന്ന് തന്നെ ഡോർ തുറന്നിട്ട്, നീ എന്നെ വിളിച്ചായിരുന്നോ, എനിക്ക് നീ വിളിച്ചതുപോലെ തോന്നിയെന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഇറങ്ങും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഇല്ലല്ലോ ഞാൻ നിന്നെ വിളിച്ചില്ല, നീ നിന്റെ ജോലി പോയി നോക്കിക്കോ, ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെയുള്ള പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ അവൾ പറയും. ഉടനെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഇവരെ ഒറ്റയ്ക്ക് വിടാൻ റെഡി ആവത്തില്ല. അവനാണെങ്കിൽ അവിടെ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, കുഴപ്പമില്ല, ഞാനിപ്പോൾ നല്ല ഫ്രീ ആണ്, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ എന്ന്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ചിയോള് വരും. ഇവനാണെങ്കിൽ വന്നേക്കുന്ന തന്നെ നമ്മുടെ ഈ യൂൻസങ്ങിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂൻസങ് ആണെങ്കിൽ നമ്മുടെ ഈ ചിയോളിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചിയോളിനെ അവൻ്റെ ആ ചെയർമാനായിട്ടുള്ള അച്ചാച്ചനില്ലേ അങ്ങേരുടെ മുമ്പിൽ ഭയങ്കര വിലയായിരിക്കുമല്ലോ, അതിൻ്റെ പേരിൽ ഇവനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ പറയും, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ വേഗം തന്നെ ഇവിടെ നിന്ന് നീ പോ, എനിക്കാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളുടെ ഇടയിൽ കയറി സംസാരിക്കുന്ന ഇഷ്ടമല്ല എന്ന്. എന്നാൽ നമ്മുടെ ചിയോളാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങത്തില്ല. അവൻ എന്ത് ചെയ്യുമെന്നറിയാവോ, നമ്മളുടെ യോനുവിനെ ആ റൂമിൽ നിന്ന് പുറത്താക്കി കഥകങ്ങ് അടയ്ക്കും. പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോനു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൻ്റെ സങ്കടം എല്ലാം
അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന് പറയും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂനുവിനെയും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടിനെയും കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ യൂനു വരുന്നിട്ട് പറയും, അതായത് ഇപ്പോൾ ഹാങ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ അവൾക്കാണെങ്കിൽ ജീവിക്കാനുള്ള ചാൻസ് 50% കൂടുതലുണ്ട് എന്നല്ലേ. ഇത് കേൾക്കുന്നതും അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയും, എടാ ഇതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. എന്തായിരുന്നാലും അവളാണെങ്കിൽ ജീവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നീ ഒരു കാര്യം ചെയ്യും, ആ യൂൻസങ്ങോയിട്ട് അവളെ അങ്ങ് ചേർത്ത് വെക്കും. അപ്പോൾ പിന്നെ അവളാണെങ്കിൽ നിന്നെ ചീറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് പണവും എടുക്കുക. അതാകുമ്പോഴത്തേക്കും വേറെ ഇഷ്യൂസും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ എന്തൊക്കെ സഹിച്ചാലും ശരി, അവൻ്റെ വൈഫിനെ നമ്മുടെ യൂൻസങ്ങുമായിട്ട് ഒന്നിപ്പിക്കാനൊന്നും ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂനു പറയും, അതൊന്നും ശരിയാവത്തില്ല, ഞാനാണെങ്കിൽ ഡിവോഴ്സ് തന്നെ നോക്കിക്കോളാം എന്ന്. ഇത് കേൾക്കുന്ന അവൻ്റെ ഫ്രണ്ടിന് മനസ്സിലാവും, അതായത് നമ്മുടെ യൂനുവിനാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഹാങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ചിയോളിനെയാണ്. അവനാണെങ്കിൽ ആ യൂൻസങ്ങിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടേ അവനാണെങ്കിൽ ഇവൻ്റെ കുറേ ഐഡിയാസൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് ബിസിനസ് പരമായിട്ട് ഓരോരോ ബിൽഡിങ് കെട്ടാനും അതിനൊതിനൊക്കെ ആയിട്ട്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂൻസങ് പറയും, നീ എന്തായിരുന്നാലും പ്ലാനിങ് ഒക്കെ ചെയ്യും, നമുക്ക് എന്തായിരുന്നാലും നോക്കാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയും അതേപോലെ തന്നെ ആ ഗ്രേസും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ ഗ്രേസ് ഒരുപാട് കള്ളമൊക്കെ ഇവിടുത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇവരാണെങ്കിൽ പറയും, അതായത് ചിയോളാണെങ്കിൽ ഇപ്പോൾ യൂൻസങ്ങിൻ്റെ പുറവെയാണ് അയാളുടെ കൂടെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. എന്നാൽ നമ്മുടെ ഈ യൂൻസങ് ആണെങ്കിൽ ഹാങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഹാങ്ങിനാണ് ഇവനെ കൊണ്ട് നല്ല ബെനിഫിറ്റ് ഒക്കെ കിട്ടാൻ പോകുന്നത്. ഇവളാണെങ്കിൽ എന്തൊക്കെയോ ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവൾ നല്ലതുപോലെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയർമാൻ ആണെങ്കിൽ ആ CEO പദവി ഹാങ്ങിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഞാനാണെങ്കിൽ ആ ജോൽസിനെ പോയി കണ്ടായിരുന്നു. അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിന് നല്ല ഉയർച്ചയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അവളാണെങ്കിൽ അവളുടെ കൂടെപ്പിറപ്പിനെയൊക്കെ തകർത്തിട്ട് മാത്രമേ ഉയർന്നു പോകത്തുള്ളൂ എന്നാ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഹാങ്ങിൻ്റെ അമ്മയുണ്ടല്ലോ, ആ ജോൽസ്യം പറയുന്നതിന് അതൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അവരാണെങ്കിൽ ഇതൊക്കെ ഇരുന്ന് കാര്യമായിട്ടിരുന്ന് ആലോചിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രേസ് ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മേനെ ഇറിറ്റേറ്റ് ആക്കണം. ഇവരാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ഹാങ്ങിൻ്റെ അമ്മേനെ പേടിപ്പിക്കും. നമുക്കപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാവും, അതായത് ഈ ഹാങ് ആണെങ്കിൽ ഒറ്റയ്ക്കൊന്നുമല്ല, അവരുടെ പുറകെയായിട്ട് നമ്മുടെ യൂൻസങ്ങും ഉണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും ഒരു ടീമായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ നേരെ ഹാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ വന്നിരിക്കുന്നതാണ്. ഹാങ് ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടയേർഡായിട്ട് വരുമായിരുന്നു. അവൾക്കാണെങ്കിൽ എന്തോ വയ്യായികയുണ്ട്. ഉടനെ തന്നെ അവളെ കാണുന്നേ അവളുടെ അമ്മ എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കും, നീയാണെങ്കിൽ ആ യൂൻസങ്ങിൻ്റെ കൂടെ ചേർന്നിട്ട് വലിയ ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യുവാണല്ലേ, എൻ്റെ മോനായിട്ടുള്ള ചിയോളിന് കൂടി കുറച്ച് അവസരം കൊടുക്കണം. ഞാൻ അറിഞ്ഞായിരുന്നല്ലോ നീയാണെങ്കിൽ അവൻ്റെ പ്ലാനിങ് ഒക്കെ എടുത്തിട്ട് ഓരോന്നൊക്കെ ചെയ്യാനുള്ള ഓരോ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവളുടെ അമ്മയടുത്ത് പറയും, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അമ്മ, അമ്മയടുത്ത് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞതായിരിക്കും, അമ്മ എന്നെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുക എന്നവൾ പറയും. എന്നാൽ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. അവർ പറയും, എനിക്ക് അല്ലേലും ആദ്യം തൊട്ടേ അറിയാം നീ എന്ത് സെൽഫിഷാ എന്ന്. നിൻ്റെ മുമ്പിൽ ഒരാൾ മരിക്കാൻ കിടന്നാൽ കൂടി നീ അവരെ പറ്റി കെയർ ചെയ്യാതെ നിന്നെപ്പറ്റി മാത്രമേ ആലോചിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം നീ ഏത് ടൈപ്പാ എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹാങ്ങിന് ഭയങ്കര സങ്കടമാവും. എങ്കിലും അവൾ എന്തോ പറയാനാ, അവൾക്കാണെങ്കിൽ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അവളിങ്ങനെ കറങ്ങി വീഴാനായിട്ട് ഒരുങ്ങുന്നേ അവിടെയായിട്ട് നമ്മുടെ യൂനു വരും. ഇവനാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് വരുന്നേ വേഗം തന്നെ നമ്മുടെ ഹാങ്ങിനെ കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ഹാങ്ങിൻ്റെ അമ്മയടുത്ത് പറയും, അതായത് ഹാങ്ങിന് ഇപ്പോൾ നല്ല സുഖമില്ല, അവൾ പിന്നീട് അമ്മയോട് സംസാരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ അവളുടെ അമ്മയടുത്താണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവർ ഭയങ്കര ഷോക്കാവും. അവർ ചോദിക്കും, നീ ഇപ്പോൾ എന്നെ എതിർത്ത് സംസാരിക്കുവാണോ എന്ന്. അപ്പോൾ നമ്മുടെ യൂനു പറയും, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവക്ക് നല്ല സുഖമില്ല, ഇവക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ കൊണ്ട് അകത്തോട്ട് വരും. ഇവനിത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ അവിടെ നിന്നങ്ങ് പോവും. ഹാങ്ങിനാണെങ്കിൽ നമ്മുടെ യൂനു ഉണ്ടല്ലോ മെഡിസിനൊക്കെ എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, നീ നിൻ്റെ ഈ അസുഖത്തിൻ്റെ കാര്യം നിൻ്റെ വീട്ടിൽ പറയണം, അവരെ ആരെയും നീ ഇത് അറിയിക്കാണ്ട് വെച്ചേക്കുന്നതിൻ്റെ റീസൺ എന്തുവാ, അവരിക്കാര്യം അറിയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിക്കേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അവരെ അറിയിക്കുന്നതിനോട് ഒരു താല്പര്യവും ഇല്ല. ഉടനെ തന്നെ നമ്മുടെ യൂനു ചോദിക്കും, നിനക്ക് ആ 1 ട്രില്യൺ ക്ലബ്ബിൽ കയറണം, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, നീ ആദ്യമേ നിൻ്റെ കാര്യം നോക്ക്, ഞാൻ എൻ്റെ വീട്ടുകാരുടെ ഇക്കാര്യം റിവീലാക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ഓൾറെഡി ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുക. ഇനി അവർക്ക് രണ്ടാമതൊരാളെ കൂടി നഷ്ടപ്പെടുത്തുന്നത് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറയാത്തതെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് കൂടി അറിയത്തില്ലായിരുന്നു. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന
നമ്മുടെ യൂൻസങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ എന്തോ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ചെയർമാൻ്റെ കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവരെ എല്ലാവരും സോപ്പിട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ എല്ലാ ഷെയർ ഇവനങ്ങ് വാങ്ങിച്ചെടുക്കും. ഇവനിപ്പോൾ എന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ചെയർമാൻ്റെ മോളുണ്ടല്ലോ, അതായത് നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റി. അവരാണെങ്കിൽ അവരുടെ ബർത്ത്ഡേ ആയിട്ട് അവരുടെ അച്ഛനെ വിളിച്ചുകൊണ്ടൊരു സർപ്രൈസ് തരാൻ വന്നേക്കുക. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയർമാനാണെങ്കിൽ മൂത്തൊരു മോനുണ്ടല്ലോ, അവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോക്ക് എന്നാണ് കേട്ടോ. അയാളെ മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാളെ കാണുന്നത് നമ്മുടെ ചെയർമാന് ഭയങ്കര ദേഷ്യമാവും. അയാളാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ടിരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻറ്റി പറയും, അച്ഛൻ അങ്ങനെ പോവരുത്, എന്തായിരുന്നാലും സിയോക്കിൻ്റെ കൂടെ അച്ഛൻ എന്ത് പ്രശ്നമെന്ന് വെച്ചാൽ പറഞ്ഞ് സോൾവ് ആക്കണം എന്ന്. ഇപ്പോഴാണ് നമുക്ക് ഇവർക്കിടയിൽ എന്ത് പ്രശ്നം നടന്നതെന്ന് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഈ ചെയർമാനാണെങ്കിൽ പണ്ട്, അതായത് ഒരു 20 വർഷം മുന്നേ ഇയാളുടെ കമ്പനിയാണെങ്കിൽ ഇയാളുടെ മൂത്ത മോനായിട്ടുള്ള സിയോക്ക് സ്വന്തമാക്കാൻ നോക്കിയായിരുന്നു. അതായത് ഇയാൾക്കിട്ട് പാര വയ്ക്കാൻ നോക്കി. അപ്പോൾ ഇയാൾ പറയും, ഞാൻ ആരെ ക്ഷമിച്ചാലും എൻ്റെ സ്വന്തം മോനെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുന്നത്, അതും എനിക്കിട്ട് പാര വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഞാൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തി എന്നൊക്കെ നമ്മുടെ ചെയർമാൻ പറയും. അയാളാണെങ്കിൽ ഇയാളുടെ ഈ മൂത്ത മോനെ ക്ഷമ കൊടുക്കാനൊന്നും റെഡി ആവത്തില്ല. അയാൾ അവിടെ നിന്ന് ദേഷിച്ചങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ ആ കമ്പനിയാണ്. അവിടെയാണെങ്കിൽ 2 കസ്റ്റമേഴ്സ് വരും. അവരാണെങ്കിൽ എന്തോ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇവരവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതായത് അവിടുത്തെ സ്റ്റാഫ് അവരുടെ അടുത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്തില്ല, അവർക്ക് റീഫണ്ട് വേണം, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ സ്റ്റാഫിൻ്റെ മണ്ടയിലായിട്ട് കൈവയ്ക്കാനും വരും. സത്യം പറഞ്ഞാൽ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ഹാങ് അതിലേ വരും. അവൾക്കാണെങ്കിൽ ഇത് കാണുന്നത് ഇഷ്ടപ്പെടത്തില്ല. അവൾ വേഗം തന്നെ ആ കസ്റ്റമറിൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കും. ഉടനെ അയാൾ ചോദിക്കും, അല്ല നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണോ? എനിക്കാണെങ്കിൽ ഈ കമ്പനിയുടെ സിഇഒനെ കാണാം. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഞാൻ തന്നെയാണ് ഈ കമ്പനിയുടെ സിഇഒ, നിങ്ങൾക്ക് എന്തുവാ പ്രശ്നം? ഒപ്പം നമ്മുടെ ഈ കസ്റ്റമർ ആണെങ്കിൽ പറയാനായിട്ട് തുടങ്ങും, അതായത് ഞങ്ങൾക്ക് റീഫണ്ട് വേണം, ഞങ്ങൾക്ക് എന്തായിരുന്നാലും നഷ്ടപരിഹാരം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമർ ഭയങ്കര വയലൻ്റ് ആവും. അയാളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വേറെയും കുറേ സാധനങ്ങളൊക്കെ തകർത്ത് കളയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അയാളുടെ കൈ പിടിച്ചിട്ട് പറയും, നിങ്ങൾ എന്തായിരുന്നാലും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റത്തുള്ളൂ, ഞങ്ങളുടെ കമ്പനിയിലെ പ്രോഡക്ട്സുകൾ എടുത്ത് നശിപ്പിച്ചേനെ എന്നും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റിനെ വിളിച്ചിട്ടേ ഇവർ രണ്ടുപേരെയും അവിടെ നിന്നങ്ങ് പുറത്താക്കും. സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ ഭയങ്കര മാസമായിട്ട് എൻട്രി ആയിട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല ഡയലോഗൊക്കെ അടിക്കുന്നേ അവിടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ഹാങ്ങിനെ ഭയങ്കരമായിട്ടും പൊക്കി പറയും. അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ, അവരും നമ്മളുടെ ഹാങ്ങിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനെയാണ്. അയാളാണെങ്കിൽ അയാളുടെ ഒരു ഫ്രണ്ടുമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ഒരു ഇലക്ഷന് നിന്നേക്കുവാണ്, അതായത് ഈ പ്രസിഡന്റിൻ്റെ സ്ഥാനത്തിനൊക്കെ ആയിട്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ പറയും, ഞാനെന്തോ ചെയ്യാനാ, എൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ എനിക്ക് ഭയങ്കര വലിയ ചലഞ്ചസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ഓരോരോ പണികൾ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണെങ്കിൽ അയാളുടെ കൂടെ ഇരിക്കുന്ന ആൾ പറയാൻ തുടങ്ങും, അതെ അത് സത്യമാണ്, ഇവനാണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വിളിച്ചിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എതിർ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യം വരും. അയാളാണെങ്കിൽ വേഗം തന്നെ ഈ നമ്മളുടെ ഈ കൂട്ടുകാരനില്ലേ അയാളുമായിട്ട് ഈ ഹോട്ടലിലായിട്ട് ചെല്ലും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എതിർ സ്ഥാനാർത്ഥി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ എന്തുവാ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഇയാൾ ഫ്രീ ആയിട്ട് ഫുഡും അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും ഇയാളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ നോക്കാൻ നേരത്താണെങ്കിൽ അകത്തായിട്ട് ഒരാളിരിപ്പുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ യൂനുവിൻ്റെ ചേട്ടൻ തന്നെ. ഇയാളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേ എന്നാണ് കേട്ടോ. ഇത് കാണുന്നേ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛന് സഹിക്കത്തില്ല. അയാളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ടേയിനെയും വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് അയാൾ പറയും, എന്തൊക്കെയായിരുന്നാലും ശരി, നിൻ്റെ അച്ഛനായിട്ടുള്ള ഞാനും ഇലക്ഷന് നിൽക്കുന്നുണ്ട്, എന്നിട്ട് നീ തന്നെ മുൻപന്തിയിൽ ആ എതിർ സ്ഥാനാർത്ഥിയുടെ കൂടെ ഫുഡ് കഴിക്കാനിരിക്കണം കേട്ടോ, നല്ല പരിപാടിയായി കാണിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ ഇവനെ വഴക്ക് പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിക്കും ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നതാണ്. അവളാണെങ്കിൽ അവിടുത്തെ ബ്യൂട്ടി പാർലറില്ലേ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്. അവളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം വന്നിട്ട് വിളിക്കും, നീ വരുന്നില്ലേ, നിൻ്റെ അച്ഛൻ്റെ ഇലക്ഷൻ അല്ലേ നടക്കാൻ പോകുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, നിങ്ങൾ പൊക്കോ, ഞാൻ പതുക്കെ അങ്ങോട്ട് വന്നോളാം എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഈ എതിർ സ്ഥാനാർത്ഥി
ഇലക്ഷൻ്റെ സമയത്ത് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതാണ്. അയാളാണെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കൊക്കെ കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ പറയും, ഇവൻ ഇങ്ങനെയൊക്കെ ചുമ്മാ ബ്ലെൻഡർ അടിക്കുവാണ്, ഇവനാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല, എല്ലാ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെറും പ്രഹസനം മാത്രമാ എന്ന്. അങ്ങനെ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ്റെ പ്രസംഗത്തിനുള്ള സമയമാവും. അയാളാണെങ്കിൽ വന്ന് നിന്നിട്ട് സംസാരിക്കാനായിട്ടിരിക്കുന്നേ ആ നാട്ടിലുള്ള ആൾക്കാരും ഇയാൾക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ല. ആരും നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ പറയുന്നത് മൈൻഡ് പോലും ആക്കത്തില്ല. ഇയാളിങ്ങനെ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങുന്നേ അവിടെയുള്ള നാട്ടുകാർ ചോദിക്കും, അല്ല നിങ്ങളുടെ മരുമോളാണെങ്കിൽ വലിയ CEO അല്ലേ, അവൾ എവിടെ പോയി? അവൾ വിചാരിച്ചാൽ തന്നെ ഈ ഗ്രാമത്തിനെ കുറച്ചൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ? ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ എന്ത് പറയണോ എന്നറിയത്തില്ലായിരുന്നു. അയാളാണെങ്കിൽ പറയും, എൻ്റെ മരുമോള് കുറച്ച് ബിസിയാണ്, അവൾക്കാണെങ്കിൽ അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു ഭൂമി ഉൽക്കം പോലെ സൗണ്ട് കേൾക്കും. എന്തുവാന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി എത്തി നോക്കുമ്പോൾ എന്തുവാ, ഒരുപാട് കാറും അതേപോലെ തന്നെ വാനും ഒക്കെ വന്ന് നിൽക്കും. എല്ലാം എവിടുന്നാന്ന് വെച്ചാൽ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്ന് നിന്നിട്ട് അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഹാങ് തന്നെയാണ്. ഇവളെ കാണുന്ന ആ ഇലക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരില്ലേ, അവരെല്ലാവരും ഭയങ്കര ഷോക്കായി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുന്നേ അല്ലേ നമ്മുടെ ഹാങ്ങിനെ പറ്റി ഇവരങ്ങോട്ട് പറഞ്ഞ് നാക്കെടുത്തിട്ടത്. അപ്പോഴത്തേക്കും അവൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോൾ വേഗം തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ആ ഇലക്ഷൻ ഹാളിൽ അതിൻ്റെ അകത്തായിട്ട് കയറി വരും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, അച്ഛൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്കത് അറ്റൻഡ് ചെയ്യാത്തതിൽ നല്ല സങ്കടമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടോട്ട് വന്നത് എന്ന് പറയും. കൂട്ടത്തിൽ തന്നെ അവൾ പറയും, ഞാനാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല നല്ല ഗിഫ്റ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെയുള്ള എല്ലാ നാട്ടുകാർക്കും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മളുടെ ടേയും എല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോൾ ഉടനെ തന്നെ നമ്മുടെ യൂനുവിൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ്റെ ചേച്ചിയെടുത്ത് ചോദിക്കും, എന്നാലും ഇവളെ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന്. അപ്പോൾ നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി പറയും, അത് ഞാനാ അവൾക്ക് മെസ്സേജ് അയച്ചത്. അതായത് എൻ്റെ അച്ഛനാണെങ്കിൽ ഇന്ന് ചെറിയൊരു ഇലക്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നീ ഇവിടോട്ട് വന്നാൽ നല്ല ഉപകാരമായിരുന്നു, നീ ഇവിടോട്ട് വരാ എന്ന് പറഞ്ഞതല്ലേ, വന്നിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ജയിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് എന്ന്. ഇതറിഞ്ഞിട്ടാണ് നമ്മളുടെ ഹാങ് ആണെങ്കിൽ വേഗം തന്നെ ഇവിടെ ആയിട്ട് വന്നത്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ പേരിൽ നമ്മുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ ഇലക്ഷനൊക്കെ ജയിക്കും. അങ്ങനെ ഇവിടെ വലിയ പാർട്ടി തന്നെ നടക്കുവാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂനുവിൻ്റെ അമ്മയുണ്ടല്ലോ, വേഗം തന്നെ യൂനുവിനെ വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ അറിഞ്ഞില്ലായിരുന്നോ ഹാങ് ഇവിടെ വന്നിട്ടുണ്ട്, അവളാണെങ്കിൽ ഇവിടെ എല്ലാവരെയും നല്ലതുപോലെ ഹാപ്പിയാക്കി എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൻ വിചാരിക്കും, എന്നാൽ ഹാങ് അവിടെ എന്തെടുക്കുക എന്ന്. അവൻ ചോദിക്കും, അല്ല അവൾ എന്തോത്തിനാണ് അവിടോട്ട് വന്നത്, ഞാനിപ്പോൾ തന്നെ അവിടോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് യൂനു വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവളാണെങ്കിൽ അവൻ്റെ റൂമിൽ കയറിയിട്ട് എല്ലാം ഒന്ന് നോക്കും. ഡ്രോയർ തുറന്ന് നോക്കുമ്പോൾ എന്തുവാ, അതിൻ്റെ അകത്തായിട്ടൊരു ഹെഡ്സെറ്റും കാര്യമൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അതെടുത്ത് നോക്കും. അവൾക്കത് കാണുന്നേ ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവൾ ആ വീടിൻ്റെ പുറത്തായിട്ട് വന്നിട്ട് അതിൻ്റെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കാനായിട്ട് ഒരുങ്ങും. ആ സമയത്ത് അവിടെയായിട്ട് ഒരു കൊച്ചു ഇറക്കം വരും. അവനാണെങ്കിൽ വന്ന ഉടനെ നമ്മളുടെ ഹാങ്ങിനെ കണ്ടിട്ട് ചോദിക്കും, അല്ല നിങ്ങളാരാ, ഞാൻ നിങ്ങളെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടെ വരാറില്ല, ഞാനെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള യൂനുവിൻ്റെ വൈഫാണ്, ഞാൻ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. ഇത് കേൾക്കുന്നേയും ഈ കൊച്ചിറക്കം പറയാനായിട്ട് തുടങ്ങും, അയ്യോ നിങ്ങളായിരുന്നു യൂനുവിൻ്റെ ഭാര്യ, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള ടേയുടെ മോനാണ്, അതായത് നമ്മുടെ യൂനുവിൻ്റെ ചേട്ടൻ്റെ മോൻ. അപ്പോൾ അവൻ പറയും, യൂനു എന്ന് പറയുന്നത് എൻ്റെ അങ്കിളാണ്, അപ്പോൾ നിങ്ങൾ എൻ്റെ ആൻറ്റി ആണല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീടിൻ്റെ പുറത്തായിട്ടൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് കിടപ്പുണ്ടല്ലോ, അത് നിങ്ങളുടെയാണോ? എനിക്കാണെങ്കിൽ അതിലൊരു റൈഡ് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കും. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് പറയും, നീ ഭയങ്കര സംസാരമാ, നീ കുറച്ച് നേരം മിണ്ടാതിരിക്കുവാണെങ്കിൽ ഞാനതിന് സമ്മതിക്കാമെന്ന്. അങ്ങനെ അവസാനം ഇവനാണെങ്കിൽ പറയുന്ന എല്ലാം കേൾക്കും. അങ്ങനെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ആ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയും, ഇവനെയാണെങ്കിൽ ഈ ഗ്രാമം മൊത്തം ഒന്ന് ചുറ്റി കൊണ്ടുപോവാ എന്ന്. സത്യം പറഞ്ഞാൽ ഈ കാർ അവിടെ നിന്ന് പോകുന്നതും നമ്മളുടെ ഹാങ് ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ നിന്ന് ഹെഡ്സെറ്റും വെച്ചിട്ട് തിരിഞ്ഞ് നടക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ ഹെഡ്സെറ്റ് അങ്ങ് താഴേക്ക് വീഴും. നമ്മുടെ ഹാങ് ആണെങ്കിൽ അതങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ ഹെഡ്സെറ്റ് എടുക്കാനായിട്ട് ഒരുങ്ങുന്നത്. പെട്ടെന്ന് തന്നെ അവിടുത്തെ സ്ഥലം അങ്ങ് ചേഞ്ച് ആവും. അതായത് നമ്മളുടെ
ഹാങ്ങിനാണെങ്കിൽ ഇപ്പോൾ ഓർമ്മയേ ഇല്ല അവൾ എവിടാ നിൽക്കുന്നേന്ന്. അവളുടെ കാലിൽ മൊത്തം ചെളി പറ്റിയിരിക്കുവാണ്. പോരാത്തതിന് അവളുടെ കാലിൽ അങ്ങും ഇങ്ങുമായിട്ട് നല്ല മുറിവുകളും പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഹാങ്ങിനെ അറിയത്തില്ല അവളിപ്പോൾ എവിടെയാണ് എന്തിനാ വന്ന് നിൽക്കുന്നേന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങാണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിച്ചു പോയായിരുന്നു. അവൾ ചുറ്റിനും നോക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. അവളാണെങ്കിൽ ഭയങ്കരമായിട്ടും കിടന്ന് കരയാനായിട്ട് തുടങ്ങും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഹാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പം ഏതാ സ്ഥലമൊന്നും കൂടി അറിയാതെ ഒരു വിജനമായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന്. അവൾ നല്ലതുപോലെ പേടിച്ചും പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് വേഗം തന്നെ അവൻ്റെ ആ നാട്ടിലായിട്ട് എത്തും. നാട്ടിലെത്തിയിട്ട് അവനാണെങ്കിൽ ആദ്യമേ തന്നെ അന്വേഷിക്കുന്ന നമ്മുടെ ഹാങ്ങിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലും എല്ലായിടത്തും ചെക്ക് ചെയ്ത് നോക്കും. എന്നാൽ നമ്മുടെ ഹാങ്ങിൻ്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ അയാളുടെ വണ്ടിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പം നമ്മുടെ യോനു വന്നിട്ട് ചോദിക്കും, അല്ല ഹാങ് എവിടെ പോയി? അവളെവിടെ എങ്ങും കാണാനില്ലല്ലോ. അപ്പോൾ ആ ഡ്രൈവർ പറയും, ഹാങ്ങാണ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ചേട്ടൻ്റെ മോനെ ഈ ഗ്രാമം മൊത്തം ഒന്ന് ചുറ്റിച്ചിട്ട് കൊണ്ടുപോവാ എന്ന്. അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് പോയേക്കുമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഹാങ്ങിനെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ പൊടി പോലും ഇല്ല. അവരെവിടെ പോയെന്ന് ഇവിടെയുള്ള ആൾക്കാർക്കും അറിയത്തില്ല എന്നിങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിൻ്റെ അവസ്ഥ ഇപ്പോൾ അവന് മാത്രമല്ലേ അറിയത്തുള്ളൂ. അവനാണെങ്കിൽ അവിടെ എല്ലാം നമ്മുടെ ഹാങ്ങിനെ അന്വേഷിച്ച് നടക്കും. കൂട്ടത്തിൽ തന്നെ അവനൊരു സൈക്കിൾ എടുത്തിട്ടേ ആ സൈക്കിൾ ഓടിച്ചാണ് നമ്മുടെ ഹാങ്ങിനെ തിരക്കി പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിനും യാതൊരു ഐഡിയയും ഇല്ല അവളിപ്പോൾ എവിടെ പോയേക്കുവാ എന്ന്. നമ്മുടെ ഹാങ് തൊട്ട് മുമ്പേ ഒരു വയലിൻ്റെ നടുക്കായിട്ട് നിന്നില്ലായിരുന്നു. യൂനു ഇപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് എത്തും. എന്നാൽ അവിടെയോ അവളെ കാണത്തില്ല. അവന് തന്നെ മനസ്സിലാവത്തില്ല ഇവളിപ്പോൾ എവിടെ പോയേക്കുക എന്ന്. അങ്ങനെ അവസാനം സന്ധ്യ നേരമാവും. ചുറ്റിനും ഉള്ളതൊക്കെ കാണാനിപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളുടെ യൂനു ആണെങ്കിൽ തേടി തേടി വരുന്നതും അവസാനം നമ്മുടെ ഹാങ്ങിനെ കണ്ടുപിടിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്നറിയാവോ? ഈ ഗ്രാമത്തിന് തന്നെ ഏറ്റവും അറ്റത്തെ ഒരു കോണിലായിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളെ കാണുന്നേ നമ്മുടെ യൂനു ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് വേഗം തന്നെ അവൻ്റെ സൈക്കിളും അവിടെ ഇട്ടിട്ട് ഓടി വന്ന് ഇവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ എവിടെ പോയേക്കുമായിരുന്നോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ എന്ത് പറയണോ എന്നറിയത്തില്ല. അവളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ യോനുവിൻ്റെ മുമ്പിലായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കാനായിട്ട് തുടങ്ങും. അതായത് എനിക്കൊരു കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് വന്നതാ. നീ എന്നെ അനാവശ്യമായിട്ട് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ട്രീറ്റ് ചെയ്യുന്നതൊന്ന് നിർത്തണം. എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യോനുവിന് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ ആവും. അവനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നീ ഇത്രയും ദൂരം നടന്നു വന്നു ഞാൻ വിശ്വസിക്കണോ? നീ വാക്കിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഉടനെ തന്നെ നമ്മളുടെ ഹാങ് പറയും, അതെ ഞാൻ വാക്കിന് വേണ്ടിയിട്ട് വന്നതാണ്, നിനക്ക് പറ്റുമെങ്കിൽ അത് വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇവൾ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് അങ്ങ് ഒരുമാതിരിയാവും. അവനാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞ് നടക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിന് ഭയങ്കര വിഷമമുണ്ട്. അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, യൂനുവിൻ്റെ അടുത്ത് ഇപ്പോൾ സത്യം തുറന്ന് പറയണോ വേണ്ടയോ എന്ന്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ലൈറ്റൊക്കെ ഓൺ ആവും. സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല ഇരുട്ടല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. വേഗം തന്നെ അവിടുത്തെ ലൈറ്റ് ഓൺ ആവുന്നതും നമ്മളുടെ ഹാങ് നോക്കുമ്പോൾ എന്തുവാ, യോനുവിൻ്റെ കഴുത്തിൽ നിന്നൊക്കെ വിയർപ്പ് ഇങ്ങനെ ഒലിക്കുവാണ്. അതായത് അവനാണെങ്കിൽ ഇവളെ തേടി ഒരുപാട് ഓടിയ എന്നർത്ഥം. ഇവൻ്റെ ഷർട്ടും ഒക്കെ നനഞ്ഞിരിപ്പുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ ഹാങ് വിചാരിക്കും, എന്നാലും ഇവൻ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ എന്ന്. വേഗം തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവിടെ വിളിച്ചു കൂവി പറയും, അതായത് ഞാനാണെങ്കിൽ കുറച്ചു മുന്നേ നിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു. അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഒന്നും അറിയത്തില്ല. പിന്നീട് കണ്ണു തുറന്നപ്പോൾ ഞാനൊരു വയലിൻ്റെ നടുക്ക് നിൽക്കുവാണ്, എൻ്റെ കൈയും കാലും എല്ലാം പോയിരിക്കുക എന്നവൾ പറയുന്നതും നമ്മുടെ യൂനുവിനാണെങ്കിൽ ഇത് കേൾക്കുന്നതിന് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമാണല്ലോ. ഹാങ് ആണെങ്കിൽ അവിടെ പറയും അവൾക്ക് നല്ലതുപോലെ പേടിയാവുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിലേ ഒരു വലിയ സ്കൂളിലായിട്ട് പഠിക്കുമായിരുന്നു. അതേ സ്കൂളിലായിട്ട് തന്നെ നമ്മളുടെ യൂനു ഉണ്ടല്ലോ അവനും വരും. അവനെ അവൻ്റെ അച്ഛനാണ് ഡ്രോപ്പ് ആക്കാൻ വന്നേക്കുന്നത്. അങ്ങനെ നമ്മളുടെ യൂനു ആണെങ്കിൽ ആ കോളേജിലോട്ട് എൻ്റർ ആവും. അപ്പം തന്നെ നമുക്ക് നമ്മുടെ ഹാങ്ങിനെയും കാണിക്കും. അവിടെയാണെങ്കിൽ ക്ലാസ് ടീച്ചർ അനൗൺസ് ചെയ്യും, അതായത് ഹാങ്ങിനി മുതൽ ഈ സ്കൂളിൽ പഠിക്കുമല്ല, അവൾ US പോവുക എന്ന്. എല്ലാവരും അവളോട് യാത്രയൊക്കെ പറയണം എന്നൊക്കെ നമ്മളുടെ ടീച്ചർ ഇങ്ങനെ പറയും. എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ ക്ലാസ്
ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ആർക്കും തന്നെ നമ്മുടെ ഹാങ്ങിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവരെല്ലാവരും ഇവളുടെ പുറകിനെ എന്നിട്ട് ഇവളെ കുറ്റം പറയാനായിട്ട് തുടങ്ങും. അതായത് ഇവൾക്ക് പ്രാന്താണ്, ഇവളുടെ ചേട്ടൻ മരിച്ചതിന് ശേഷം ഇവൾ ഭയങ്കര വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഇവളിപ്പോൾ US കൊണ്ടുപോകുന്നത് തന്നെ അവളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹാങ്ങാണെങ്കിൽ വലിയ മൈൻഡൊന്നും ആകത്തില്ല. അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. എന്നിട്ട് അവൾ സ്കൂളിൻ്റെ പുറത്തായിട്ട് വന്നിട്ടേ ആ സ്കൂളിൽ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹാങ്ങിൻ്റെ കയ്യിലായിട്ട് ഒരു ഇയർഫോണും അതേപോലെ തന്നെ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു മെഷീനും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതേ സെയിം സാധനം തന്നെ നമ്മുടെ യൂനുവിൻ്റെ കയ്യിലും ഇരിക്കുന്നത്. ഇവളാണെങ്കിൽ ആ സ്കൂളിൽ അങ്ങോട്ട് നോക്കിയിട്ട് തിരിഞ്ഞങ്ങോട്ട് നടക്കുന്നേ പെട്ടെന്ന് തന്നെ കാല് തട്ടി തറയിലായിട്ട് അങ്ങ് വീഴും. അവളുടെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടോട്ട് നമ്മുടെ യൂനു കയറി വരുന്നത്. ഇവനാണെങ്കിൽ കണ്ട ഉടനെ തന്നെ ഇവളുടെ അടുത്തായിട്ട് വന്നിട്ട് ഇവൾക്ക് നേരെ കൈ നീട്ടും. എന്നിട്ട് പറയും നീ എഴുന്നേക്കുക എന്ന്. പെട്ടെന്ന് തന്നെ ഇവളാണെങ്കിൽ അവനെ ഇങ്ങനെയൊന്ന് നോക്കും. എന്നിട്ട് അവൾ തല കുനിച്ചങ്ങിയിരിക്കും. നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അവിടെ ഇരുന്ന് കരയും. ഇത് കാണുന്നത് നമ്മുടെ യൂനു ചോദിക്കും നീ എന്തിനാ കരയുന്നത്, സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കൈയിരുന്നൊരു ബാൻഡേജ് എടുത്ത് അവളുടെ കാലിൻ്റെ മുറിവിലായിട്ട് ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് പറയും വീട്ടിൽ ചെന്നിട്ട് ക്ലീൻ ആക്കിയാൽ മതിയേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഹാങ് ഉണ്ടല്ലോ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവും. അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആ കാറിൽ കയറിയങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനു നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ ഹാങ്ങിൻ്റെ കയ്യിലിരുന്ന ആ ഹെഡ്സെറ്റും അതേപോലെ തന്നെ ഓഡിയോ പ്ലെയർ ഇല്ലേ അത് രണ്ടും അവിടെ താഴെ വീണ് കിടക്കുമായിരുന്നു. വേഗം തന്നെ നമ്മുടെ യൂനു അതങ്ങെടുക്കും. അവനത് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് അവിടെ നിന്നങ്ങ് പോയായിരുന്നു. അങ്ങനെയാണ് ഈ ഹെഡ്സെറ്റും സംഭവം നമ്മുടെ യൂനുവിൻ്റെ കയ്യിലായിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മളുടെ ഹാങ് എടുത്ത് വെച്ച് ചെവിയിൽ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ടേ സൈക്കിളിലായിട്ട് അവരുടെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതാണ്. പകുതി വഴിയിലെത്തുന്നതും നല്ലതുപോലെ മഴ പെയ്യാനായിട്ട് തുടങ്ങും. വേഗം തന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു മരത്തിൻ്റെ കീഴിലായിട്ട് കയറി നിൽക്കും. എന്നിട്ട് നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കും. അവൻ ചോദിക്കും അല്ല നീ എന്തിനാ എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറയാണ്ട് എൻ്റെ ഈ സ്ഥലത്തായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഹാങ് പറയും അത് നിൻ്റെ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ഇലക്ഷന് നിൽക്കുവാണ്, അച്ഛൻ തോറ്റു പോകാനുള്ള ചാൻസസ് ഉണ്ട്, എതിരുള്ള ആളാണെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവരെ കയ്യിലെടുത്തേക്കുന്നതെന്ന്. എനിക്കിത് കേട്ടപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടോട്ടൊന്നും വന്നിട്ടില്ലല്ലോ, ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവിടോട്ട് വന്നത്. ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഞാൻ അവരെ എല്ലാം കയ്യിലെടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മളുടെ ഹാങ് പറയും. ഇത് കേൾക്കുന്ന യൂനുവിന് ഭയങ്കര ചിരി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതും നാട്ടുകാർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെല്ലാം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ. ഇതൊക്കെ ആലോചിച്ചിട്ട് അവനവിടെ ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കും. ആ സമയത്താണെങ്കിൽ അവിടെയായിട്ട് കുറേ ആൾക്കാർ നമ്മുടെ ഹാങ്ങിൻ്റെ പേര് കടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല നമ്മുടെ യൂനുവിൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂടെയാണ്. അവർ 4 പേരും നമ്മുടെ ഹാങ്ങിനെ തിരക്കി ഇറങ്ങിയേക്കുക. നല്ല മഴയും പെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ യൂനുവിൻ്റെ വീട്ടുകാർക്ക് അതൊന്നും ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല. അവരാണെങ്കിൽ അവിടെ കൊടയും പിടിച്ച് നമ്മുടെ ഹാങ്ങിൻ്റെ പേരും വിളിച്ചുകൊണ്ട് നടക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂനുവും നിൽക്കുവാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും യൂനുവും കൂടി അവരുടെ റൂമിലായിട്ട് വന്നിരിക്കുന്നതാണ്. ഇവിടെയാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനും ചേട്ടനും അതേപോലെ തന്നെ ചേച്ചിയില്ലേ ഇവർ 3 പേരൂടെ നമ്മളുടെ ഹാങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവളെ പറ്റി നല്ല കെയർ ഉണ്ട് കേട്ടോ അവർക്ക്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേഗം തന്നെ നമ്മുടെ യൂനുവിൻ്റെ അമ്മ വന്നിട്ട് പറയും നിങ്ങളെല്ലാവരും ഒന്ന് അകത്തോട്ട് പോയി ആ കൊച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ അമ്മയാണെങ്കിൽ ഇവരെല്ലാം പിടിച്ചുകൊണ്ടങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂനുവും ഹാങ്ങും കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിലിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ പറയും എനിക്കാണെങ്കിൽ എൻ്റെ മുടി ഒന്ന് ഡ്രൈ ചെയ്യണം, ഇവിടെ വല്ല ഡ്രയറും ഉണ്ടോ. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും പിന്നെന്താ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു പണ്ടത്തെ ഡ്രയർ എടുത്ത് നമ്മളുടെ ഹാങ്ങിൻ്റെ കൈ കൊടുക്കും. ഇവളാണെങ്കിൽ അത് ഓണാക്കാൻ നോക്കുമ്പോൾ ഓണാവുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ യൂനു പറയും അതിനെ ഒരു പ്രത്യേക പൊസിഷനിൽ പിടിച്ചാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ എന്ന്. അവനങ്ങനെ അത് നമ്മളുടെ ഹാങ്ങിന് പറഞ്ഞു കൊടുക്കും. എന്നാൽ അവൾക്കത് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഉടനെ തന്നെ ഹാങ് പറയും എങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ മുടി ഉണക്കി തരാമെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഡ്രയറിൻ്റെ വയറൊക്കെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ടേ നമ്മളുടെ ഹാങ്ങിൻ്റെ മുടി നല്ലതുപോലെ ഉണക്കി കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂനു ഇപ്പോൾ ഇവളെ പറ്റി നല്ലതുപോലെ കെയറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചിയോളിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ടൊരു ടാബ് എടുത്തിട്ട് വേഗം തന്നെ അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരും. എന്നിട്ട് പറയും അമ്മ ഇത് കണ്ടോ അമ്മ, നിങ്ങളുടെ മോളാണെങ്കിൽ എവിടെ പോയി എന്തൊക്കെയാണ് കഴിക്കുന്നേ എന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ നാട്ടിലായിട്ട് വന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും ട്രീറ്റൊക്കെ കൊടുത്തില്ലേ. അവിടെയുള്ള എല്ലാവരും നമ്മളുടെ ഹാങ്ങിനെ ഭയങ്കരമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരെല്ലാവരും നമ്മുടെ ഹാങ്ങിന് ഒരുപാട് ഫുഡൊക്കെ എടുത്തു വെച്ച് കൊടുക്കും. അവളതെല്ലാം കഴിക്കും. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മ പറയും നീ കണ്ടില്ലേ അവൾക്കതൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല, അവൾ നല്ല അൺകംഫർട്ടബിൾ ആയിട്ടായിരിക്കും
ഫീൽ ചെയ്തിട്ടുണ്ടാവുക, അവളാണെങ്കിൽ ഇത്രയും ഫുഡും ഒന്നും കഴിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ ഭയങ്കര ജലസായിട്ട് ഫീൽ ചെയ്തിട്ട് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിലേ അവളുടെ അമ്മായി അമ്മയെടുത്ത് ഭയങ്കര ചിരിച്ചൊക്കെ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ കാണും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഹെയറൊക്കെ ഡ്രൈ ചെയ്തിട്ട് എന്ത് വേണമെന്നറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ, ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ഹാങ് പറയും, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, ഞാൻ നല്ലതുപോലെ രാവിലെ ഫുഡ് കഴിച്ചു, ഇനി കഴിക്കാനൊന്നുമില്ല, എൻ്റെ വയറിപ്പം തന്നെ ചാടിയതുപോലെ ഇരിക്കുന്നത്, ഞാൻ മിക്കവാറും 1 കിലോ എങ്കിലും വെച്ച് കാണുമോ എന്ന്. സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ വെറീഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ യൂനു ആണെങ്കിൽ പറയും, അതൊന്നും കുഴപ്പമില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവൾ നോക്കുമ്പോൾ എന്താ അവളുടെ കൈയാണെങ്കിൽ മുറിഞ്ഞിരിക്കുവാണ്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഇന്നത്തെ ദിവസം ഞാൻ എവിടേക്കോ പോയി വീണിട്ടുണ്ട്, എൻ്റെ മുട്ടും കൈയും എല്ലാം മുറിഞ്ഞിരിക്കുക എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ പറയും, ഞാൻ നിൻ്റെ കയ്യിലൊക്കെ ബാൻഡേജ് ഒട്ടിച്ച് തരാം എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ബാൻഡേജൊക്കെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോഴാണെങ്കിൽ നമ്മളുടെ ഹാങ് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, എൻ്റെ കയ്യിലുള്ള എൻ്റെ ആയുസിൻ്റെ രേഖ വളരെ കുറവാണ്, അതായത് ഞാനുടനെ മരിച്ചു പോകുമെന്ന് തന്നെയായിരിക്കും അല്ലേ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉടനെ തന്നെ നമ്മളുടെ യൂനു ചോദിക്കും, നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഹാങ് പറയും, എനിക്ക് ഇത്രയും കാലം വിശ്വാസം ഇല്ലായിരുന്നു, എനിക്ക് ഡോക്ടർ പറഞ്ഞത് എന്തുവാ, ഞാൻ 3 മാസം കൂടി ജീവിച്ചിരിക്കത്തോളം എന്നല്ലേ. അപ്പോൾ എനിക്ക് അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇതൊക്കെ സത്യമായിരിക്കും എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ആയുസിൻ്റെ രേഖ ഓൾറെഡി ഷോർട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ യൂനു പറയും, നിനക്ക് നന്നായിട്ട് അറിയാലോ നിൻ്റെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുമെന്ന്. 3 മാസം കഴിയുമ്പോൾ നീ എന്തായിരുന്നാലും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, ഡോക്ടേഴ്സ് പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ, നിനക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല, നിന്നെ ചികിത്സിക്കാനുള്ള മാർഗ്ഗമുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് പറയും, എത്രയൊക്കെ പറഞ്ഞാലും നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടിട്ട് എനിക്ക് നല്ല സമാധാനമുണ്ട്, എനിക്കാണെങ്കിൽ ജർമ്മനി പോകണമെന്നാ, ജർമ്മനി പോകുമ്പോൾ നീ എൻ്റെ കൂടെ വരുമോ? ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, നീ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ കൂടെ വരുമോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവളെ സംബന്ധിച്ച് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂനു ഉണ്ടല്ലോ, അത് തന്നെ നമ്മളുടെ ഹാങ്ങിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് ഒരു റൊമാൻറ്റിക് സീൻ തന്നെ ഉണ്ടാവും. അതായത് നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നമ്മുടെ ഹാങ്ങും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അവളാണെങ്കിൽ കണ്ണുടച്ചങ്ങ് ഇരുന്ന് കൊടുക്കും. എന്നാൽ പെട്ടെന്ന് നമ്മളുടെ യൂനുവിന് ബോധം വരും. അവൻ ആലോചിക്കും, ഞാനിവിടെ എന്തുവായി കാണിക്കുന്നേ എന്ന്. വേഗം തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തോട്ടങ്ങ് ഇറങ്ങും. അവൻ ആ വീടിൻ്റെ പുറത്തായിട്ട് വന്നിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു അങ്ങനെ വിചാരിക്കും, എന്നാലും എനിക്കിപ്പോൾ എന്താ സംഭവിച്ചത്, ഞാൻ എന്തിനാ ഇപ്പോൾ അവളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്, എനിക്ക് ചുറ്റിനും എന്താ നടക്കുന്നതെന്ന് കൂടി എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നതിൻ്റെ പേരിൽ ഹാങ് ഇപ്പോൾ എന്തുമായിരിക്കും വിചാരിക്കുന്നത്, ഞാൻ അവളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങി വരേണ്ടതായിരുന്നു, എങ്കിലും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ച്, ഞാനിപ്പോൾ തിരിച്ച് കയറി പോകണോ എന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. നമ്മളുടെ ഹാങ് ആണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങും യൂനു ഇല്ല. അപ്പോൾ അവൾ വിചാരിക്കും, എന്നാലും അവനിപ്പോൾ എവിടോട്ടാണ് ഓടിപ്പോയത്, അവനിത് എന്തോ പറ്റിയെന്ന്. എന്നിട്ട് അവൾ സ്വന്തമായിട്ട് സമാധാനിക്കും, ഒരു പക്ഷേ അവന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോള് വന്ന് കാണും, അതുകൊണ്ടായിരിക്കും അവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയത്, എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹാങ് ആണെങ്കിൽ വാച്ച് നോക്കി ഇങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ യൂനുവിന് എന്ത് വേണമെന്ന് അറിയത്തില്ല. അവനാണെങ്കിൽ വിചാരിക്കും, എന്തായിരുന്നാലും ഞാൻ പുറത്തിറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ഞാൻ അകത്ത് ചെന്നിട്ട് എന്ത് കള്ളം പറയാനാ, എനിക്കൊരിക്കലും അവളുടെ മുമ്പിൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണെന്നും പറഞ്ഞ് നമ്മുടെ യൂനു ആണെങ്കിൽ നേരെ അവൻ്റെ അച്ഛൻ്റെയൊക്കെ കടയില്ലേ അവിടെയായിട്ട് വരും. അവിടെയാണെങ്കിൽ അവൻ്റെ ബ്രദറും ഉണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് ചെയ്യും, അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവൻ്റെ ചേട്ടൻ ചോദിക്കും, നിന്നെ എന്താ അവൾ റൂമിൽ നിന്ന് പുറത്താക്കിയോ? അപ്പോൾ നമ്മുടെ യൂനു പറയും, അവൾ പുറത്താക്കിയിട്ടൊന്നുമല്ല, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവനെ വെയിറ്റ് ചെയ്ത് ഒരു പരുവായിരുന്നു. അതായത് 3/4 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ യൂനുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു മീറ്റിംഗ് തന്നെ നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ അമ്മ അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, അല്ല നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം, ആരോടും ഒരു കാരണവശാലും നമ്മുടെ ഹാങ്ങിൻ്റെയും യൂനുവിൻ്റെയും ഡിവോഴ്സിനെ പറ്റി സംസാരിക്കരുത്, അവരിപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ യൂനുവിൻ്റെ ചേട്ടനും ചേച്ചിയും ആരുടെ പറഞ്ഞിട്ടില്ല. എന്നാൽ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ ഒരുമാതിരി ഇരുന്ന് പതറും. അപ്പോൾ നമ്മളുടെ യൂനുവിൻ്റെ അമ്മ ഇയാളെ കിടന്ന് വഴക്ക് പറയും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ആരെടുത്താ ഈ പറഞ്ഞേ എന്ന്. അപ്പോൾ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ പറയും, അത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടാ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, അവൻ ആരോടും പറയത്തില്ല എന്ന് പറയും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ ആളെടുത്ത് വന്നിട്ട് ചോദിക്കുന്നേ, നീയാണെങ്കിൽ എൻ്റെ കൊച്ചുങ്ങളുടെ ഡിവോഴ്സിൻ്റെ കാര്യം ആരെടുത്തേലും പറഞ്ഞോ എന്ന്. അപ്പോൾ അയാൾ
പറയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ അമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അയാൾ പറയും നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ അമ്മയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, അമ്മ ആരോടും പറയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് മറവി രോഗമുണ്ട്. ഇവരാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ അച്ഛനെ കാണുന്നേം പറയും നിങ്ങൾ എന്തായിരുന്നാലും എത്തിയോ, ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ അവരുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.